ഇച്ചായ കോഫി ടേബിളിൽ വെച്ചിട്ടുണ്ടേ. ചെറുക്ക വേഗം കഴിക്കേ, നീ സമയം നോക്കിക്കേ. എന്നിട്ട് എന്തിനാ നാളത്തെ പത്രത്തിലെ ചരമകുളത്തിൽ വരാനോ? അമ്മച്ചിക്ക് ഈ പുട്ടല്ലാതെ വേറെ എന്തിനും വെറൈറ്റി ഉണ്ടാക്കിക്കൂടെ? ഈ പുട്ട് തന്നെ ജീവിതം എടുത്തു. വല്ല ഹോസ്റ്റലിൽ പോയി നിന്നാ മതിയായിരുന്നു. ചെറുക്ക നിനക്ക് വേണമെങ്കിൽ കഴിച്ചാൽ മതി. ഇവിടെ ഇപ്പൊ ഉണ്ടാക്കി കൊടുത്തതാ കുറ്റം. ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കോ? അതില്ല. രാവിലെ തന്നെ തുടങ്ങിയോ രണ്ടും? ഞാനല്ല, നിങ്ങളുടെ മോനാ. അവനിപ്പോ പുട്ട് വേണ്ട, വേറെ എന്തെങ്കിലും വേണമെന്ന്. നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ടത് കഴിക്കണമെങ്കിലേ അങ്ങ് ഹോട്ടലിൽ പോയി കഴിക്കണം. പിന്നെ രാവിലെ തന്നെ കിട്ടിയല്ലോ, വയറ് നിറഞ്ഞില്ലേ? വേണ്ടായിരുന്നു. എന്നാ മോൻ പോയി സ്കൂളിൽ പോകാൻ റെഡിയാവ്. അല്ല മോളെന്തേടി? അവള് റെഡിയാവാൻ പോയേക്കുവോ? അതെങ്ങനെയാ, നേരത്തെ കാലത്ത് എഴുന്നേക്കോ? എത്ര നേരമായിന്നറിയോ റെഡിയാവാൻ കയറിയിട്ട്? ഇതൊക്കെ കോളേജിൽ പോണ്ടേ? അതിന് നമ്മുടെ മോള് പഠിക്കാനാണോ പോണത്? ഫാഷൻ ഷോയ്ക്കല്ലേ? അതപ്പം പറഞ്ഞത് കറക്റ്റാ. ഡാടാ വേണ്ട. എഴുന്നള്ളിയ കൊച്ചു തമ്പുരാട്ടി. തോമസ് ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഡീ അപ്പനാടി, കുറച്ചെങ്കിലും ബഹുമാനം എന്താ? അപ്പന് ഇത്ര ബഹുമാനം മതി. അധികം ബഹുമാനം തന്നാലേ എൻ്റെ അപ്പൻ വഷളായി പോവും. എന്നെ നോക്കണ്ട, നിങ്ങളുടെ അല്ലേ വിത്ത്. എന്തോ കൊച്ചു ഇട്ടേക്കുന്നേ? നീ കോളേജിലേക്ക് തന്നെയാണോ അതോ വല്ല റൈഡിങ്ങിനാണോ? പുതിയ കോളേജിലെ ഫസ്റ്റ് ഡേ അല്ലേ, അപ്പോൾ കുറച്ച് ഗുമ്മിന് വേണ്ടിയിട്ടതാ. എങ്ങനെയുണ്ട്? പിന്നെ നല്ല ആന ചന്തയിട്ടിട്ട്. കുഞ്ഞച്ചി ആ പാട്ട് സ്കൂട്ടി പോകാൻ വേണ്ടിയിട്ടാണോ ഈ കോലം കിട്ടിയേക്കുന്നത്? ദേ എൻ്റെ സ്കൂട്ടീനെ പറഞ്ഞാണ്ടല്ലോ. പക്ഷെ ഇന്ന് പോകുന്നത് അപ്പൻ്റെ ബുള്ളറ്റില്ല. അപ്പൊ നിങ്ങളുടെ വണ്ടിയുടെ കാര്യത്തിൽ തീരുമാനമായി. അപ്പാ പെട്രോൾ അടിക്കാൻ ക്യാഷ് എടുക്ക്. 200 കോണോയാ? ഇതെന്തിനാ, മൂക്കുപൊടി വാങ്ങിക്കാനാ? പെട്രോൾ അടിക്കാനല്ലേ? ഇതൊക്കെ മതി, അല്ലെങ്കിൽ നിനക്ക് ഭയങ്കര ചെലവാണ്. അപ്പാ എനിക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? നേരത്തെ കാലത്ത് എഴുന്നേറ്റിരുന്നെങ്കിൽ ഞാൻ ഉണ്ടാക്കി ഫുഡ് കഴിക്കാൻ പാടില്ലായിരുന്നോ? പറയാനായിട്ട് ഇനി വേറെ എന്തോ ഉണ്ടാക്കിയ ചോലുണ്ട്. പുട്ട് തന്നെയല്ലേ? കണ്ട അവളുടെ അങ്ങനെ നോക്കിക്കേ. അപ്പാ പൈസ എടുക്ക്. ഇല്ല, നീയേ ഇന്ന് പട്ടിണി കിടന്നു. ഓഹോ, അപ്പം അങ്ങനെയാണല്ലേ. തന്തപ്പടി നേരെ ചോദിച്ചാൽ തരത്തില്ല, ശരിയാക്കി തരാം. അപ്പാ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്തുവാടി മോനെ? അപ്പ അമ്മച്ചി അപ്പം കാണാതെ ഒളിപ്പിച്ച് വെച്ച കുപ്പി അപ്പൻ ഇന്നലെ കട്ടുപിടിച്ച കാര്യം ഞാൻ അമ്മച്ചിയോട് പറയട്ടെ? അപ്പന്റെ പൊന്നു മോളല്ലേ, ചതിക്കല്ലേ. എന്നാ എൻ്റെ അപ്പൻ ഒരു 500 എടുത്ത് ഈ കയ്യിലേക്ക് വെച്ച്. അപ്പനെ ഊറ്റി തന്നെ ജീവിക്കണം അല്ലേ? സമയമില്ല, വേഗാവട്ടെ. അപ്പം ശരി, വൈകുന്നേരം കാണാം. ടാറ്റാ. എൻ്റെ കർത്താവേ, പോകുന്ന കോലത്തിൽ തന്നെ തിരിച്ചു വന്നാൽ മതിയായിരുന്നു. തനിക്കെന്താ കണ്ണുണ്ടൂടെ? കൊള്ളാലോ, താൻ എന്നെ അടിക്കാൻ വന്നിട്ട് ഇപ്പൊ കുറ്റക്കാരി ഞാനായോ? ഞാനൊന്ന് സൈഡ് മാറ്റിയില്ലായിരുന്നേ ഇപ്പൊ ഞാൻ സ്വർഗത്തിലെത്തിയാനെ. അമ്മച്ചിക്കൊന്നും പറ്റിയില്ലല്ലോ, അങ്ങോട്ടങ്ങ് മാറി നിൽക്ക്. അമ്മച്ചിയാ, ദേ തന്റെ മുഖത്ത് മത്തങ്ങ പോലെ 2 കണ്ണുണ്ടല്ലോ, എന്നിട്ട് താൻ കണ്ടില്ലേ? എന്ത് കണ്ടില്ലെന്നാ? അയ്യോ, കണ്ണു പൊട്ടനാന്ന് നടത്തിയില്ല. കണ്ണു പൊട്ടനാണെങ്കിൽ വണ്ടി ഓടിക്കാൻ നിൽക്കരുത്. ഈ കാലൊക്കെ തീർത്തനിക്കുന്നു. മാറി നിൽക്ക്, എനിക്ക് പോയിട്ട് അത്യാവശ്യം. അടവാ, ഓവർ സ്പീഡിൽ ഓടിച്ചു വന്ന് എന്നെ ഇടിച്ചിട്ടിട്ട് എന്റെ കയ്യും കാലും ഓടിച്ചിട്ട് ഇപ്പൊ നിങ്ങൾക്ക് പോണല്ലേ? ഡോഗ് ഷോയ്ക്ക് പറ്റിയ വേദി ഇതല്ല, വേണമെങ്കിൽ മാറി നിൽക്ക്. ഡോഗ് ഷോ ഞാൻ പറയണില്ല. നീ വന്ന് എങ്ങോട്ട് ഇടിച്ചതാണെന്ന് ഈ കണ്ടു നിൽക്കുന്ന എല്ലാ ജനങ്ങൾക്കും അറിയാം. എന്നിട്ട് അവളുടെ ഒരു ഷോ ഇവിടെയുള്ള എല്ലാരും കണ്ടതാ. ഞാൻ ഇപ്പൊ ഒച്ച ഉണ്ടാക്കി ആളെ കൂട്ടും. അത് വേണ്ടെങ്കിൽ മഴയൊക്കെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ മാത്രം നിനക്കൊന്നും പറ്റിയില്ലല്ലോ. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? നോക്ക്, എന്റെ വണ്ടിയുടെ ഹെഡ്ലൈറ്റിനാ പ്രശ്നം വന്നിരിക്കുന്നത്. എന്നിട്ട് അവള് കിടന്നു പിന്നെ മാറിക്കും മര്യാദക്ക്, അല്ലെങ്കിൽ ഭിത്തിന്ന് ഉറച്ചെടുക്കേണ്ടി വരും. അയ്യോ, ഭീഷണിയാണോ? ഞാൻ അങ്ങ് പേടിച്ചോട്ട് മര്യാദക്ക് എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചോ. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഒച്ച ഉണ്ടാക്കി ആളെ കൂട്ടും. പിന്നെ ഇവിടെ നടക്കുന്ന സീന് വേറെ ആയിരിക്കും. നാശം പിടിച്ച പെണ്ണ്. എന്റെ പൊന്നു സഹോദരി, ഒന്ന് വഴി മാറി തരൂ. ഒന്നും പറ്റിയിട്ടില്ലെന്നുള്ളത് നിന്നെ കണ്ടാലേ അറിയാലോ. നിന്നെയാണ് അത് ഇപ്പൊ ഉള്ളിലാണ് പരിക്കെങ്കിലോ? നിങ്ങൾ കാരണം എന്റെ ദാമ്പത്യ ജീവിതമാണ് നശിക്കാൻ പോകുന്നത്. ദാമ്പത്യ ജീവിതം? അതിന് വേറെ എവിടെയാ നിനക്ക് പരിക്ക് പറ്റിയേ? എന്റെ കാലും കൈ ഒടിഞ്ഞ് എനിക്ക് നടക്കാൻ പറ്റാണ്ടായ പിന്നെ ആരെന്നെ കിട്ടും?
പറ. അതുകൊണ്ട് മര്യാദയ്ക്ക് എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച് എൻ്റെ മൊത്തം ചെലവ് നിങ്ങൾ നോക്കിയിട്ട് പോയാൽ മതി. എന്നാ നീ ഇവിടെ കിടന്ന് ഒച്ചയിടത്തേ ഉള്ളൂ. നിന്നെ കെട്ടി നമ്മൾ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാൽ മതി. ഇവിടെ കിടന്ന കോരമല്ലേ, അങ്ങോട്ട് മാറി നിടി. നിങ്ങൾ അങ്ങനെ പോകുന്നത് എനിക്ക് കാണണം. അയ്യോ, എന്താ മോളെ, എന്തിനാ തങ്ങറയുന്നത്? അത് ചേട്ടാ എന്നെ ഇടിച്ചിട്ടെടുത്ത് ഇനി രക്ഷപ്പെടാൻ നോക്കുന്നു. എന്റെ കയ്യും കാലും പൊട്ടിയാണ് തോന്നുന്നേ. ഭയങ്കര വേദന, നടക്കാൻ പറ്റുന്നില്ല. എന്റെ പൊന്നു ചേട്ടാ, ഇപ്പൊ എന്ന് പറയുന്നത് മുഴുവൻ കള്ള. അയ്യോ എന്റെ കാലേ. എന്നിട്ടാണോ കൊച്ചിരുന്ന് കരയുന്നത്? നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നല്ല കാര്യങ്ങൾ. ഈ പെണ്ണാണ് റോങ് സൈഡിൽ കൂടെ വണ്ടി ഓടിച്ചു വന്ന് എന്റെ വണ്ടിയിൽ തട്ടിയത്. മോനെ, ഈ സ്ഥലം അത്ര ശരിയല്ല. അതുകൊണ്ട് മോൻ അധികം പ്രശ്നത്തിൽ നിൽക്കാതെ ആ കൊച്ചിന് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ എന്തൊരു നാട്ടുകാരാ. ഈ പെണ്ണ് കിടന്ന് കരയണ കണ്ടപ്പോ ഇവിടെ ആളുകൾക്ക് ഒരു വിലയില്ലേ. ഇവളാണ് വന്ന് തട്ടിയത്. എന്നിട്ട് ഞാൻ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. എന്റെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് കണ്ടോ? നോക്ക് നിങ്ങള്. അയ്യോ ഏട്ടാ, ഇങ്ങനെ കള്ളം പറയാ. ഞാൻ പതുക്കെ വന്നത്. ഇങ്ങനെ ഓവർ സ്പീഡിൽ വന്നിട്ട് എന്നെ ഇടിച്ചിട്ടത്. മോനെ, പോലീസ് കേസായ വാദി പ്രതിയാവുന്ന കാല. അതിലും നല്ലത് ഈ കൊച്ചിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതല്ലേ? നാശം പിടിക്കാൻ. എന്നാ അങ്ങോട്ട് കെട്ടിയെടുക്ക. എന്തൊരു അഹങ്കാര. ശരിയാക്കി തരാം. എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, കാലൊക്കെ വേദനിക്കുന്നു. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ? അയ്യോ, ഇനി എന്താ വേണ്ടേ? നിന്നെ ഞാൻ തോളിൽ ചമന്ന് കൊണ്ടുപോകണോ? എന്തൊരു മനുഷ്യനാണോ താൻ? ഒന്നില്ലെങ്കിൽ ആക്സിഡന്റ് പറ്റിയൊരു പെൺകുട്ടിയല്ലേ. ആ മര്യാദ എങ്കിലും കാണിച്ചൂടെ? ബോഡി എടുത്തൊന്നും വെക്കണ്ട, എടുത്തൊന്ന് കയറ്റി വെച്ചാൽ മതി. എന്തോ നിങ്ങൾക്ക് ചെവിയും കേൾക്കത്തില്ലേ? അതെ, എന്നെ ഒന്ന് പിടിച്ചകത്തിരുത്താമോന്ന്. നിന്നെ പിടിച്ച അകത്തല്ല, അടുപ്പിലെടുത്തേണ്ടത്. പണ്ടാരും. എന്തുവാ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഒന്നുമില്ല മാഡം. കമോൺ. എന്നാ വേഗാവട്ടെ. നീർ നശിച്ചവനാണോ ഞാൻ കളി കണ്ടത്? മുടിഞ്ഞ വെയിറ്റ്. അതെ, തട്ടാതെ മുട്ടാതെ വേണം അകത്തിരുത്താൻ. എന്താ തിന്നുന്ന? കരിങ്കല്ലാണോ? മനുഷ്യന് നട്ടു ഒന്ന് ഇടിഞ്ഞു കിട്ടി. ഇന്നത്ര വിശപ്പുണ്ടായിരുന്നില്ല, അതുകൊണ്ട് 2 പ്ലേറ്റ് കരിങ്കിലേ കിട്ടുള്ളൂ. കിന്നിരിക്കാതെ അകത്ത് കയറ്റണം. അതെ, ഇയാളെന്നെ എന്താ കൊല്ലം കൊണ്ടുപോകണോ? ഒന്ന് വാ അടച്ചിരിക്കാമോ? അതിൽ ഞാൻ എന്തുവാ ഈ വായിൽ കുത്തി കയറ്റണ്ടേ? മനസാക്ഷിയില്ലാതെ തീറ്റി. ഓ, നിന്റെ അച്ഛനടി. താനിപ്പോ എന്റെ അച്ഛനല്ലോടെ വിളിച്ചത്? ഞാനങ്ങനെ ഞാൻ അദ്ദേഹത്തെ ഒന്ന് സ്മരിക്കുകയായിരുന്നു. നിന്നെ കുറിച്ച് കുട്ടി വിശേഷം ഉണ്ടാക്കിയല്ലോ. കുട്ടി വിഷയം നിങ്ങൾ മാറ്റുള്ളൂ. എന്റെ മറ്റോൾ വിളിക്കാൻ നീ ആരടി? മര്യാദയ്ക്ക് മിണ്ടാതിരുന്ന നിനക്ക് ഈ കോളത്തെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കേട്ടോ. ഒരു കിണ്ണം വെച്ച് തരും. മിണ്ടാത്തിരിക്കുന്നതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. പിന്നെ ഞാനങ്ങ് പേടിക്കും. അതെ, ഹോസ്പിറ്റലിലെത്തി. ഇനിയെങ്കിലും ഇവിടെ നിന്ന് ഒഴിഞ്ഞതാ. അതെങ്ങനെ ശരിയോ? ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല എന്ന്. ഒന്ന് ഹെൽപ്പ് ചെയ്യടോ. ദൈവങ്ങളെ, എനിക്ക് ശക്തി തരൂ. എന്താ കുഞ്ഞിന്റെ പ്രോബ്ലം? അതെനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എന്റെ കയ്യിൽ പൈസ ഇല്ല. എന്നെ ഇടിച്ചിട്ടത് താനല്ലേ, അപ്പൊ ഹോസ്പിറ്റലിലെ ചെലവും താൻ നോക്കണം. അതല്ലേ മര്യാദ? യു മീൻ മര്യാദ? മുഖത്തൊരു കിലോ പൊട്ടി ഇട്ടിട്ടുണ്ടല്ലോ, അതിനൊക്കെ കാശ് എവിടെന്നാ? ഹലോ മിസ്റ്റർ, ഞാൻ പൊട്ടിയൊന്നും ഇട്ടിട്ടില്ല. ജസ്റ്റ് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. എന്താ നോക്കുന്നേ? എന്ത് നോക്കാൻ? നോക്കാൻ പാകത്തൊന്നും ഇല്ലല്ലോ. ഇതുപോലെ മഹാപാപം ഞാൻ ഇപ്പൊ ചെയ്തെന്ന് അറിഞ്ഞൂടാ. ഇതിനെ ചുമന്ന് നടക്കാൻ മാത്രം എന്ത് തെറ്റാണ് ഈശ്വരാജൻ ചെയ്തത്? എന്റെ വീട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ എന്റെ മാനവും പോകും. നാശത്തിന് രക്ഷപ്പെടാൻ കോളേജിൽ എത്താൻ ടൈമായി. എന്തിനു പറയുന്നുണ്ടെങ്കിൽ ഉറക്കെ പറയണം. അവിടത്തോട് പറയാൻ പാകത്തിന് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ വട്ടാണല്ലേ? അല്ല, ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുന്നുണ്ട് പറഞ്ഞത്. തന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു അത്. ഒട്ടും അച്ഛനടി. എന്റെ അച്ഛനെ പറഞ്ഞിട്ടല്ലോ. നിന്റെ അച്ഛനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അങ്ങേർക്ക് ഏതോ പാതിരാത്രിയിൽ അബദ്ധം പറ്റിയതാ നീ. എന്റെ പൊണ്ണു ഡോക്ടറെ, എങ്ങനെയെങ്കിലും ഈ മാരണത്തിന് തലന്ന് ഒഴിവാക്കി തരണം പ്ലീസ്. കാലി പിടിക്കാൻ ഞാൻ. ഇതിൽ കൂടുതൽ ഇനി എന്തോ പറ്റാനാ? അതെ, എങ്ങനെയെങ്കിലും ഒന്ന് ചികിത്സിക്കണം. ഇതൊക്കെ വട്ടാണോ ഭ്രാന്താണോ അതോ ഭ്രാന്ത് മൂത്ത് വേടിച്ചാടിയതാണോ ഒന്നും അറിയാൻ പാടില്ല. എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണം. ഡോക്ടർ, എനിക്കല്ല ഭ്രാന്തത, ഇങ്ങേർക്കാം. ഇങ്ങനെ ഓവർ സ്പീഡിൽ വന്ന് എന്നെ ഇടിച്ചിട്ടു. ഇപ്പൊ കാലും കൈക്ക് ഭയങ്കര വേദന. എന്റെ കാലും കൈ ഒടിഞ്ഞിട്ടുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. ഓക്കെ കൂളാവ്
നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് സ്കാൻ ചെയ്യാം. ഞാൻ സ്കാനിങ്ങിന് എഴുതിയിട്ടുണ്ട്. ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ മതി, അവിടെ സ്കാനിങ് റൂം. എന്നിട്ട് നമുക്ക് നോക്കാം. ഒടുങ്ങിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല ഡോക്ടർ, ഇവിടെ പിടിച്ച് കിടത്തിക്കോ. ഞാൻ പോട്ടെ എന്നാ, പോകാൻ അത്യാവശ്യമുള്ളതുകൊണ്ടാ. അയ്യോ അത് പറ്റില്ല. പോരാത്തത് ഒരു ആക്സിഡന്റ് കേസ് അല്ലേ, അപ്പൊ എന്തായാലും എന്താ കൂടെ ഉണ്ടാവണം. അങ്ങനെ ഇപ്പം നിങ്ങൾ രക്ഷപ്പെടണ്ട. അങ്ങനെ പറയരുത് ഡോക്ടർ പ്ലീസ്. എനിക്ക് അത്യാവശ്യമായിട്ട് എനിക്ക് പോകേണ്ടതുണ്ട്, അതുകൊണ്ടാ. എത്ര ക്യാഷ് വേണമെങ്കിൽ ഞാൻ തന്നേക്കാം. പിന്നെ ഞാൻ എന്റെ ഫോൺ എന്തെങ്കിലും ജാമ്യത്തിന് വെച്ചേക്കാം. പ്ലീസ് എന്നെ ഒന്ന് വിട്ടേക്ക്. അതിപ്പോ എനിക്ക് പറയാൻ പറ്റില്ല. ഇനി ഈ കുട്ടിക്ക് കാര്യമായിട്ട് എന്തെങ്കിലും പരിക്കുണ്ടെങ്കിൽ ചിലപ്പോൾ പോലീസ് കേസൊക്കെ ആയെന്ന് വരും. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ വേഗം ഒന്ന് പ്ലീസ് അതെങ്കിലും ഒന്ന് സ്പീഡാക്കി ആക്കി തരണം. ഹാ പറയടാ. എവിടെ പോയി കിടക്കുക? പ്രോഗ്രാം തുടങ്ങാൻ സമയടാ. അത് ഞാൻ പള്ളിയിൽ പെട്ട് കിടക്കുക. പള്ളിയോ? ചുമ്മാ കളിക്കാൻ നീ വേഗം എത്താൻ നോക്ക്. ഇവിടെ എല്ലാരും എത്തി. എടാ എനിക്ക് തോന്നുന്നില്ല എനിക്ക് എത്താൻ പറ്റുമെന്ന്. നിങ്ങൾ എങ്ങനെയാണെന്ന് അഡ്ജസ്റ്റ് ചെയ്യ് പ്ലീസ്. ഞാൻ അങ്ങനൊരു സിറ്റുവേഷനിലാണ് ഉള്ളത്. ഈ ലാസ്റ്റ് നിമിഷം ഞങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യാനാ? എടാ എനിക്കത് വിശദീകരിക്കാൻ പറ്റില്ല. നീ ഒന്ന് എങ്ങനെ ഒന്ന് ഹാൻഡിൽ ചെയ്യും. വെറുതെ എന്നെ പ്രാന്ത് പഠിപ്പിക്കരുത്. നീ മിണ്ടരുത്. ഇവിടെ മനുഷ്യനാകെ തലമുകിഞ്ഞിരിക്കുക. ശരി, ഞങ്ങൾ എന്തെങ്കിലും നോക്കാം. പിന്നെ നീ ഇന്ന് കോളേജിലേക്ക് വരില്ലേ? ആദ്യം ഞാൻ ഈ കുരിശിനൊന്ന് ഉറങ്ങട്ടെ, അതിനുശേഷം ഞാൻ വരാം. ഓ ആയിക്കോട്ടെ. ഈ നാശം പിടിച്ച പെണ്ണ് എവിടെ കെട്ടി ഒരുങ്ങി നിൽക്കുവാണെന്തോ. അതെ ദോ ഞാൻ തന്നെയാ വിളിച്ചത്. ഇനി എന്റെ 16 കഴിഞ്ഞിട്ട് ഈ പെണ്ണ് പോവുള്ളൂ. എന്താ നിനക്ക് വേണ്ടേ? ഇങ്ങനെ സമ്മതിക്കൂല. എന്താണ് മത്തക്കണ്ണി നോക്കി പഠിപ്പിക്കുന്നത്? എനിക്കൊന്ന് ടോയ്ലറ്റ് വരെ പോണമായിരുന്നു. ഇനി എന്താ നിന്റെ ചന്തി ഞാൻ കഴിച്ചു തരണം? അയ്യേ വൃത്തിയിടാൻ. പിന്നെ എന്തിനാടി നിന്റെ കൂടെ ബാത്റൂം വരുന്നത്? നിനക്ക് തന്നെ പോകാൻ പാടില്ലേ? ഏത് നശിച്ച നേരത്താണോ? താൻ കാരണമല്ലേ ഞാനിപ്പോൾ ഈ അവസ്ഥയായത്. എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അവിടെ വരെ ഒന്ന് കൊണ്ടാക്കി തരുമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാ. ഇനി അവിടെ എത്തുമ്പോ മാഡത്തിന് വേറെ എന്തെങ്കിലും തോന്നും. എന്നാ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാ. എന്റെ അവസ്ഥ ഇതായി പോയി. എന്തായാലും കുരിശ് ചമന്നു. ഇനിയിപ്പോ മല കേറ് തന്നെ. വാ ഇങ്ങോട്ട്. ഇത് കുട്ടിയുടെ ഹസ്ബൻഡ് ആണോ? അല്ല, അകത്തേക്ക് മേൽസിനെ കയറ്റത്തല്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഹസ്ബൻഡോ? എന്തെന്ന് പറഞ്ഞു? അവളുടെ ഹസ്ബൻഡ്? ഒന്ന് പതുക്കെ പറ. പതുക്കെ പറയാനോ? ഇത് ഞാൻ പതുക്കെ പറയണം? ഞാൻ സ്റ്റിൽ ബാച്ചിലറാ. എനിക്ക് കെട്ടുപ്രായം പോലും ആയിട്ടില്ല. പക്ഷെ കണ്ടാ തോന്നില്ലല്ലോ. പിന്നെ നിങ്ങൾ ഹസ്ബൻഡ് ആക്കാനുള്ള മോഹം കൊണ്ടൊന്നല്ല, അവര് തെറ്റിദ്ധരിക്കേണ്ടെന്ന് വെച്ച് പറഞ്ഞതാ. അയ്യോടാ, എന്താ മനസ്സിലിരിപ്പ്? നാടൻ കിടത്തും. സിസ്റ്റർ ഒന്നും വിചാരിക്കരുത്. ഞാനും ചേട്ടനും വീട്ടിൽ നിന്ന് ചെറുതായിട്ടൊന്ന് പിണങ്ങി. ഞാൻ മിണ്ടി, പക്ഷെ ഇങ്ങനെ മിണ്ടണ്ടേ, അതാ ഇങ്ങനെ പറയുന്നത്. സിസ്റ്റർ പോയിക്കോളും. നീ എന്തൊരു ജീവിയാടി. കല്ല് വെച്ചാ പൊട്ടാത്തനാണോ പറയുന്നു? പൂലോട്ട് നുണച്ചി. നുണച്ചുണ്ടല്ലോ. പിന്നെ നീ ആരടി മദർ തെരേസയോ? എനിക്ക് തന്നോട് അടി ഉണ്ടാക്കാൻ തീരെ താല്പര്യമില്ല. താൻ ഞാൻ വരുന്നവരെ ഇവിടെ വെയിറ്റ് ചെയ്യും. ഇവിടെ ഞാൻ മിക്കവാറുമുള്ള മുഖം പിടിച്ച് ഞാൻ ഭിത്തിയിൽ ഇറക്കി അടിച്ചെടുക്കേണ്ടി വരും. പിന്നെ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. കാല് ചെറുതായിട്ടൊന്ന് ചതഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഈ പെയിൻ. ഞാനൊരു ഓയിൽമെൻറ്റ് എഴുതിയിട്ടുണ്ട്, പിന്നെ ഒരു മെഡിസിനും എഴുതിയിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. താങ്ക് യു ഡോക്ടർ. എന്നാ ശരി. എന്ത് ശരിയെന്ന്? തനിക്കല്ലേ ഇങ്ങോട്ട് പോകാനുണ്ടെന്ന് പറഞ്ഞത്. ഇനി എങ്ങാനും നീ എന്റെ മുൻപിൽ വന്നാ നീ സൂക്ഷിച്ചേക്കണം. ഇല്ലെങ്കിൽ ഇതിനൊക്കെ ഞാൻ പകരം ചെയ്യും. നീ കുറിച്ച് വെച്ചോ. അയ്യോ, ഞാൻ ബുക്കും പേപ്പർ എടുക്കാൻ മറന്നുപോയല്ലോ. അല്ല, കുറിച്ച് വെക്കണ്ടേ? അത് ശരി, ബൈ. എത്തിയാ എവിടെ കിടക്കരുന്നു? എങ്ങനെയുണ്ടായിരുന്നു പ്രോഗ്രാം? നാടൻ കിടാതെ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നും പറയണ്ട. ഞാൻ അവിടെ നിന്ന് ആ ജംഗ്ഷൻ ഉണ്ടല്ലോ, അവിടെ നിന്ന് ഇങ്ങോട്ട് ആ റൈറ്റിലേക്കുള്ള വളം വന്ന് തിരിഞ്ഞതും ഒരു പെണ്ണ് അവൾ എവിടെന്നോ ചാടി വന്നതെന്ന് എനിക്കറിയാൻ പാടില്ല. എന്റെ ഹെഡ്ലൈറ്റുമ്പോ തട്ടി വീണെന്നേ അവളുടെ വണ്ടി. എന്നിട്ട് ആ പെണ്ണ് കിടന്ന് തട്ടി ഷോ കറക്കി. അവൾക്ക് കാലുവേദന എടുക്കുന്നു, കൈവേദന എടുക്കുന്നു. അവളെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം പോലും. അവിടെ എത്തിയപ്പോഴാണ് കുട്ടി പിശാചിനും ഞാൻ അവളെ എടുത്തുകൊണ്ട് പോകണം. നാശം പിടിച്ച പെണ്ണ് നാട്ടുകാരുടെ മുന്നിൽ പിന്നെ നാണം കെടുത്തി. ഹോസ്പിറ്റലിൽ എത്തിയപ്പോ അവിടെ നാണം കെടുത്തി. അതിൽ നിന്ന് ഞാൻ ഊരിപ്പോരാൻ പെട്ട പാട്. ഓ, അതൊക്കെ വിളിക്കട്ടെ. ആ പെൺകുട്ടി എങ്ങനെ ഉണ്ടായിരുന്നു കാണാൻ? നീ ആയതുകൊണ്ട് എന്തായാലും സ്കാൻ ചെയ്യാതെ വിളപ്പില്ല. അത് ശരി. പറ മോനെ, എങ്ങനെയുണ്ട്?
സുന്ദരിയാണോ? സുന്ദരിയാണോ എന്നൊക്കെ ചോദിച്ചാ വലിയ മനയൊന്നുമില്ല. ഓഹോ, അപ്പൊ സ്കാൻ ചെയ്തു. എന്താ മോനെ ഒരു ചിരിയൊക്കെ? സാധാരണഗതിയിൽ ഒരു നോർമൽ ഗേളിനെ കാണുന്ന രീതിയിലാണ് അവളെ കണ്ടിരുന്നെങ്കിൽ ഒരു കൈ നോക്കായിരുന്നു. ഇതിപ്പോ കുട്ടിപ്പിശേഷന്റെ കൈകിപ്പം അവളുടെ സ്വഭാവം കണ്ടവരുണ്ടല്ലോ, ഭിത്തി പിടിച്ച് കളിക്കാൻ തോന്നും. എന്തൊരു നാക്ക അവൾക്ക്. ശ്ശെ, ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ലല്ലോ ഇതിനെ. കാണാതെ ഇരിക്കുന്നതാണ് മക്കളെ നിങ്ങൾക്ക് നല്ലത്. വീട്ടിൽ പോയിട്ട് വേണം എന്റെ പെങ്ങളെ കൊണ്ട് നടു ഒഴിയിക്കാൻ. എന്തൊരു മുടിഞ്ഞൊക്കെ അവര് കരിങ്കല്ലാന്ന് തോന്നുന്നുണ്ട് രാവിലെ വെട്ടി വിഴുങ്ങുന്നത്. അതിന്റെ ആരോഗ്യം. നാക്കിനും കുറച്ച് നീളം കൂടുതലാ. പറയണ കേട്ടിട്ട് ആളത്ര ചില്ലറക്കാരെല്ലാം തോന്നുന്നു. നിന്നെ കൊണ്ട് ഇക്ഷ വരപ്പിച്ച പോലെ ഉണ്ടല്ലോ. അത് നീ പറഞ്ഞതിൽ കുറച്ച് സത്യമൊക്കെ ഉണ്ട്, ഞാൻ സമ്മതിക്കുന്നു. ഒരു പെണ്ണും എന്റെ അടുത്ത് ഇങ്ങനെ മനസ്സിലെടുത്തിട്ടില്ലേ. പിന്നെ ആ ആൽബിന്റെ ടീം രാവിലെ കയറി ചോദിക്കാൻ നോക്കിയായിരുന്നു. ഇനി അവന്മാർക്ക് എന്തോ വേണ്ടേ? എടാ, ഇനി എനിക്ക് സസ്പെൻഷൻ ഒന്നും മേടിച്ച് തന്നേക്കരുത്. എന്റെ വീട്ടിൽ നിന്ന് പുറത്താകും. അമ്പ്ര പൊളിച്ചു പറയണ കേട്ട ഈ പ്രശ്നം മൊത്തം ഞങ്ങൾ ഉണ്ടാക്കിയ പോലെ ഉണ്ടല്ലോ. നറിഞ്ഞിക്കല്ലേ ആ ആൽബിനെ പട്ടിന് തലിച്ചതയ്ക്കുന്ന പോലെ തലിച്ചു വെച്ചത്. അത് പിന്നെ തന്നെ കയറി പിടിച്ച അവന് പിന്നെ ഞാൻ ഒന്നു വെച്ചു വിടുവോ? നീ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന അറിഞ്ഞുകൊണ്ടാണ് അവൾ ഞങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞത്. ഇത് നേരത്താണോ അത് നിന്റെ അടുത്താണെന്ന് പറയാൻ തോന്നിയത്. അതുകൊണ്ട് എന്തായി, എല്ലാവർക്കും ഒരുമിച്ച് കിട്ടി സസ്പെൻഷൻ. ഇനി എന്നാണോ ആ നാറി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നത്? അവൻ ഇറങ്ങി ഇറങ്ങാതിരിക്കെ ഉറങ്ങി എന്താണെന്ന് വെച്ച് ചെയ്തോട്ടെ. ഞാനിപ്പോ വീട്ടിൽ പോവാ, നല്ല ക്ഷീണമുണ്ട്, ഞാനൊന്ന് കിടക്കട്ടെ. അങ്ങനെ ഇപ്പൊ നീ പോണ്ട. പിന്നെ നിന്റെ അനിയത്തെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു നിന്നെ. അതെന്തിനാ? ഞങ്ങൾക്കറിയത്തില്ല. സത്യം പറയും നാറുകളെ, ഇനി അവിടെ പോയിട്ട് വല്ലതും കൊടുത്തിട്ടുണ്ടോ നീ അവളുടെ അടുത്ത്? ഞങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അവള് രാവിലെ തന്നെ നിന്നെ അന്വേഷിച്ചു വന്നു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അറിയത്തില്ലെന്ന്. അല്ലേടാ? അതെ അതെ അതെ. ചെല്ല്. അപ്പൊ ഇതാണ് പുതിയ കോളേജ്. കൊള്ളാം. എന്താണ് നിന്റെ പേര്? റാഗിങ്ങാ? ഇനി ഇതിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്റെ കർത്താവേ. നിർത്തിക്കോ, കടുവ വന്നിട്ടുണ്ട്. സസ്പെൻഷൻ കഴിഞ്ഞ് വന്നാ സാധിക്കൂല. തൽക്കാലം വേണം പൊക്കോ. കടുവ കൊള്ളാലോ. എടാ, നീ അങ്ങോട്ട് നോക്കി, ഒരു അവതാരം. ഇവള് കൊള്ളാലോ. നീ അവിടെ ഇങ്ങോട്ട് വിളിച്ചേ. എടി കൊച്ചേ, തന്നെ ഇങ്ങോട്ട് പോ. കർത്താവേ, റാഗിങ് ആണെന്നാ തോന്നുന്നത്. എന്തോ ചെയ്യും? എന്താ തന്റെ പേര്? ആൻ ജൂലിയ റോസ്. അല്ല, നീ ഇവിടെ പഠിക്കാൻ തന്നെയായിരുന്നേ? ഓരോന്ന് വേഷം കെട്ടി ഇറങ്ങിക്കോളൂ. സമയമായല്ലോ. ഇതിന്ന് ഇപ്പൊ എങ്ങനെ രക്ഷപ്പെടും? ചേട്ടന്മാരെ, വെറുതെ എന്നെ കയറി ചോദിക്കാൻ നിൽക്കണ്ട. ഞാനീ കടുവയുടെ പെണ്ണ. എന്തോന്ന്? ആരുടെ പെണ്ണാണ്? കടുവയുടെ. കടുവയോ? അതെ. അതെങ്ങനെ ശരിയാവും? നീ ഓ പറയടാ. ഈ പെണ്ണ് പറയാ ഇവിടെ നിന്റെ പെണ്ണാന്ന്. അതേ പെണ്ണ്. എന്താ നീ പറഞ്ഞ? ഞാനല്ല, ഈ പെണ്ണാ പറഞ്ഞത്. സത്യം പറയടാ, ഏതാ ഈ പെണ്ണ്? നിങ്ങൾ തമ്മിൽ എന്താ കണക്ഷൻ? ഇതോ പിശാശല്ലേ? ഇവളെന്താ ഇവിടെ? അപ്പൊ നിനക്ക് അറിയാലേ ഇവളെ? സത്യം പറയടാ, ഏതാളാടാ ഇവള്? ഞങ്ങൾ അറിയാതെ എനിക്ക് എപ്പോഴാണ് ചുറ്റിക്കളി തുടങ്ങിയത്? കർത്താവേ, ഇത് നേരത്താണോ എന്തോ? തളരരുത് അമ്മയെ, തളരരുത്. ഇത് ചുറ്റിക്കളിയല്ല മോനെ, എന്റെ കാലേ ചുറ്റിയ വള്ളിയാ. മാറങ്ങോട്ട്. വള്ളിയാ? ഹായ്. എന്താടാ പ്രശ്നം? പറയും മോനെ രുചിയല്ലേ. ഞങ്ങൾ ഈ കൊച്ചിനെ പരിചയപ്പെടാൻ വേണ്ടി വിളിച്ചതാ. ആ കൊച്ചു പറയാ ആ കൊച്ചു നിന്റെ പെണ്ണാണെന്ന്. ഈ കാലമാടെ ഈ കോളേജിൽ സീനിയറായിരുന്നു. ഓഹോ, അങ്ങനെയാണോ? പറയടി, നമ്മൾ എവിടെ വെച്ചാ അങ്ങനപ്പായത്? ഇത് നേരത്താണോ എനിക്ക് അങ്ങനെ പറയാൻ തോന്നിയത്? അത് പിന്നെ അയ്യോ, നിന്റെ നീട്ടുള്ള നാവ് നീ വീട്ടിൽ വെച്ച് മറന്നോ? ഹലോ മിസ്റ്റർ, ഞാൻ നിങ്ങളാണെന്ന് വെച്ച് പറഞ്ഞതൊന്നല്ല. ഞാൻ റാഗ് ചെയ്യുകയാണെങ്കിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു പേര് പറഞ്ഞതാ. അത് കഷ്ടകാലത്തിന് തന്റെ പേരായിപ്പോയി. അപ്പൊ ഇതാണോ നീ രാവിലെ പറഞ്ഞ ആ വള്ളി കേസ്? എന്റെ പൊന്നു ചേട്ടന്മാരെ, രാവിലെ തന്നെ ലേറ്റാ. ഇനി ക്ലാസ് ഒക്കെ കണ്ടുപിടിച്ച് എത്തുമ്പോഴേക്കും സമയം പിന്നെയും ലേറ്റ് ആവും. എന്നെ വെറുതെ വിടണം. അതിന് നീ പഠിക്കാൻ തന്നെയാണ് കോളേജിലേക്ക് വരുന്നത്? വേഷം തന്നെ കണ്ടില്ലേ? ഇവിടെ എന്താ വല്ല റൈഡിങ് നടക്കുന്നുണ്ടോ? എന്താ കൊച്ചേ, നിന്റെ വീട്ടിലാരും പറഞ്ഞു തന്നിട്ടില്ലേ പഠിക്കാൻ പോകുമ്പോൾ മാന്യമായിട്ട് ഡ്രസ്സ് ഇടണമെന്നോ? അതിനിപ്പോ എന്റെ ഡ്രസ്സിന് എന്താ കുഴപ്പം? നല്ലല്ലേ? അല്ലേ ചേട്ടാ? സത്യം പറയും മോളെ, ഞങ്ങളൊക്കെ ഇങ്ങനെ അളവെടുത്ത് നോക്കാൻ വേണ്ടിട്ടാണോ നീ ഇറുകി പിടിച്ച ഡ്രസ്സ് എടുത്ത് വന്നിരിക്കുന്നത്? മാന്യമായിട്ട് സംസാരിക്കണം. ഞാൻ എന്ത് മാന്യതയ്ക്കാടാ പറഞ്ഞത്? മര്യാദക്ക് ഡ്രസ്സ് ഇട്ട് വരണം.
അതെങ്ങനാ? സംസ്കാരം എന്ന് പറയുന്നത് കുറച്ച് കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ടതാ. അതില്ലെന്ന് മനസ്സിലായി. അപ്പനമ്മയും തല്ലി വളർത്താത്തതിന്റെ നല്ല കുറവ് നിനക്ക് കാണുന്നുണ്ട്. അത് ആമ്പിള്ളേരുടെ കൈയിന്റെ ചൂടറിഞ്ഞാൽ മാറും. എന്നെ എന്തു വേണേലും പറഞ്ഞു, എൻ്റെ വീട്ടുകാരെ പറഞ്ഞുണ്ടല്ലോ. വീട്ടുകാരെ പറഞ്ഞിട്ടും കാര്യമില്ല. ആ, കുറച്ചൊക്കെ സ്വഭാവ ഗുണമാണല്ലോ, ജന്മഗുണം എന്നും പറയാം. ദേ, ഞാനാണ് ഈ കോളേജിന്റെ ചെയർമാൻ, കേട്ടല്ലോ. ഞാൻ പറയുന്നതേ ഇവിടെ നടക്കുള്ളൂ. സംസ്കാരത്തിന് യോജിച്ച ഡ്രസ്സ് ഇട്ടുകൊണ്ട് നാളെ ഇങ്ങോട്ട് വന്നാൽ മതി. അല്ലെങ്കിൽ നീ ഈ കോമ്പൗണ്ടിൽ കാലുകുത്തില്ല, പറഞ്ഞേക്കാം. അയ്യോ ചേട്ടാ, ഇപ്പോഴല്ലേ എനിക്ക് കാര്യം മനസ്സിലായത്. ശരിയാക്കി തരാം കേട്ടോ. നാളെ എന്തായാലും ചേട്ടൻ പറയുന്ന പോലെ ഞാൻ വരുള്ളൂ. ഇപ്പം എന്നാ ഞാൻ ക്ലാസ്സിൽ പോയിക്കോട്ടെ? ആ, ചെല്ല് ചെല്ല്. നിനക്കുള്ള 8ന്റെയും 16ന്റെയും പണി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടടി, കുട്ടിത്തേവാങ്കെ. താൻ ചെവിന്ന് വിളിക്കും, ഇതിനുള്ളത് ഞാൻ തരുന്നുണ്ട്. എന്ത് സാധനമാണ് പോയത്? അതെ അതെ, നല്ല തൊലി കിട്ടിയ. ഇത്രയും ഇവിടെ കിടന്ന് നാണം കെടുത്തിട്ടും വല്ല കുഴപ്പമുണ്ടോ നോക്കി? വേറെ വല്ല പെണ്ണുങ്ങളായിരുന്നെങ്കിൽ ഇത് കരഞ്ഞോണ്ട് പോയേനെ. അപ്പൊ ഇന്ന് രാവിലെ മുതൽ അവിടെ സഹിച്ച എന്നെ നീ സമ്മതിക്കണ്ടേ? അത് വേണം, അത് വേണം. നീ വേണമെങ്കിൽ ലൈഫ് ലോങ് നോക്കിക്കോടാ, എന്തായാലും നിനക്ക് ചേരും. സത്യം പറയും, നിനക്ക് എന്നോട് എന്തോ ദേഷ്യമല്ലേ? അവളെന്നെ ശവപ്പെട്ടിയിലാകും. അവളുടെ പേരെന്താന്ന് പറഞ്ഞേ? എന്തുവായിരുന്നോടെ പേര്? ആ, ഈ സാഗ്രിയിലേക്ക് പോലെ എന്തൊരു പേരായിരുന്നു. ആ, കിട്ടി. ആൻ ജൂലിയ റോസ്. ആൻ ജൂലിയ റോസ് ക്രിസ്ത്യാനിയാണോ? ആണെന്ന് തോന്നുന്നു. എന്തോ നീ ആലോചിക്കുന്നത്? ഞാനെന്താ ആലോചിക്കാൻ? ക്ലാസ്സിൽ കയറണ്ടേ? നമുക്കെന്നാ വിട്ടാലോ? ശരി, വാ. ഇനിയിപ്പോൾ ക്ലാസ് കണ്ടുപിടിക്കണമല്ലോ. അതാണെന്ന് തോന്നുന്നു. എക്സ്ക്യൂസ് മീ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഇരുന്നോട്ടെ? അതിനെന്താ, താനിരുന്നോ? എൻ്റെ പേര് ആൻ ജൂലിയ റോസ്. അന്നാമ്മ വിളിച്ചാൽ മതി. ഓ, ആയിക്കോട്ടെ. എൻ്റെ പേര് അനുശ്രീ. ശ്രീന്നാ എല്ലാവരും വിളിക്കാം. താനും ശ്രീന്ന് വിളിച്ചോളൂ. എന്ത് പറ്റി, ലേറ്റ് ആയല്ലോ? എൻ്റെ ശ്രീ ഒന്നും പറയണ്ട. രാവിലെ വന്നപ്പോൾ ചെറിയൊരു ആക്സിഡൻറ്റ്, അത് കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പം റാഗിങ്. അയ്യോ, എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ? ഏയ്, കാര്യമായിട്ടൊന്നും പറ്റിയില്ല. ചെറിയൊരു പിന്നെ ഇടിച്ചതിന് ഭയങ്കര അഹങ്കാരം. അപ്പം അവനിട്ടൊന്ന് വട്ടം കളിപ്പിച്ചു. താൻ ആള് കൊള്ളാലോ. പിന്നെ റാക്കിങ്, ഈ കോളേജിൽ അങ്ങനെ റാക്കിങ് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഏയ്, ഞാൻ വന്നപ്പോൾ എന്നെ റാഗ് ചെയ്തു. അങ്ങനെയാണോ? എന്നാൽ നമുക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാം. കംപ്ലൈൻ്റ് ഒക്കെ കൊടുക്കണോ? ഏയ്, താൻ പേടിക്കണ്ട. എൻ്റെ ഏട്ടൻ അവിടുത്തെ ചെയർമാൻ അർജുൻ കൃഷ്ണ. ഓ, അപ്പോൾ കടുവയുടെ അനിയത്തിയാണ്. അതെന്തായാലും നന്നായി. എന്താടോ താൻ ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ലടോ. കംപ്ലൈൻ്റ് ഒന്നും കൊടുക്കണ്ട. തനിക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പറഞ്ഞേ ഉള്ളൂ. അവർക്കുള്ള പണി ഞാൻ കൊടുത്തോളാം. ഏട്ടൻ തിണ്ടി എങ്ങനെ ഉണ്ടായിരുന്നു സസ്പെൻഷൻ കഴിഞ്ഞ് വന്ന ഫസ്റ്റ് ഡേ? അടുത്ത സസ്പെൻഷൻ ഉടനെ ഉണ്ടാവോ? ഒന്ന് പതിയെ പറ. ഞാൻ അവിടെ തൊട്ടടുത്താഞ്ഞില്ലേ? ഏട്ടൻ്റെ മോള് വന്ന എന്നാടി ഊതി തിന്നു തന്നെ. സത്യം പറ, നീ ഇന്നും തല്ല ഉണ്ടാക്കാൻ പോയല്ലേ? അയ്യോ ഇല്ല, എൻ്റെ അമ്മയാണ് സത്യം. ഞാനും തള്ളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെന്താ നടുവിന് പറ്റേ? അത് ഒന്ന് വിലങ്ങിയതാ. എങ്ങനെ? എന്റെ പൊന്നല്ലേ, ഒന്ന് ഒഴുകിട്ടാ. അതൊക്കെ ചെയ്യാം, നീ കാര്യം പറ. അത് നീ ഇതിലറിയുന്നേ? നിനക്ക് ഒഴിഞ്ഞു തന്നാ പോരെ? ഓഹോ, എന്നാ അമ്മനെ വിളിക്കട്ടെ? ഓ, എന്റെ പൊന്നെ വേണ്ട. ഇത് എവിടെ ചെന്നാലും എന്റെ അവസ്ഥ. ഓ, ഇതൊരു മൂഞ്ചിയ ജീവിതം. എന്നാ വേഗം കാര്യം പറ, എന്താ ഉണ്ടായേ? ഞാൻ പറഞ്ഞ നീ എന്തേലും വിചാരിക്കൂ? ആദ്യം കാര്യം പറ. അതുണ്ടല്ലോ, നമ്മുടെ ആ ജംഗ്ഷനിൽ നിന്ന് തിരിയുമ്പോ ഒരു പെണ്ണ്, അവൾ എന്റെ വണ്ടി വന്ന് തട്ടിയായിരുന്നു. അവളെ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിച്ചായിരുന്നേ. അപ്പോ അവക്ക് നടക്കാൻ പറ്റാണ്ടായപ്പോ ഞാനൊന്ന് എടുത്ത് പൊന്തിച്ച് അങ്ങനെ പറ്റിയതാ. എന്നിട്ട് ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും പറ്റിയോ? ഒരു കുട്ടി പിശാശ്, ആ പെൺകുട്ടിക്കല്ല എന്റെ നടുവിനാ പറ്റിയത്. ഏട്ടന് അങ്ങനെ തന്നെ വേണം. തിരിഞ്ഞു കിടക്ക്. എന്റെ അമ്മേ, പതുക്കെ. ആ നാശം പിടിച്ചവളെ മിണ്ടാണ്ട് കിടന്നു. ഏട്ടാ, ഇന്നെനിക്കൊരു പുതിയ ഫ്രണ്ടിനെ കിട്ടി. ഒരു വായാടി, ഭയങ്കര കമ്പനിയാ. നിന്റെ ക്ലാസ്സിൽ ഞാൻ അറിയാത്ത ഏത് ഫ്രണ്ടാ നിനക്ക്? അവൾ ഇന്ന് വന്നേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ കാണാൻ എങ്ങനെ കൊള്ളാവോ? എനിക്ക് മാച്ചാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. എന്തായാലും വെക്കേഷനൊക്കെ അല്ലേ വരുന്നേ, വെറുതെ ബോറടിക്കണല്ലോ, അങ്ങ് കെട്ടി ആസ്വദിക്കാം. എന്താ ഇപ്പോഴത്തെ 2K പിള്ളേരെ പോലെ? എന്റെ ഏട്ടന്റെ ഉള്ളിലെ കോഴി ഉണർന്നല്ലോ. ഞാനേ ഇത് നമ്മുടെ അച്ഛനോട് പറയുന്നുണ്ട്. നീ എന്ത് പറഞ്ഞാലും എന്തിനാടി എന്റെ അച്ഛനെ അമ്മേനിട്ട് വലിച്ചയക്കുന്നേ? നിനക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞു. ആ കുട്ടി ഏട്ടന് ചേരില്ല.
അവള് എന്നെക്കാളും സുന്ദരിയാ. അങ്ങനെ പറയുന്ന ഒരു സാധ്യതയില്ല. എനിക്ക് ചേരാത്ത ഏത് പെണ്ണുണ്ട് ഈ ലോകത്ത്? പിന്നെ ഒരു കാമദേവൻ വന്നിരിക്കുന്നു. അതേലോ, അത് നിനക്ക് നന്നായിട്ട് അറിയാലോ. പിന്നെ നന്നായിട്ടറിയാം. പിന്നെ ഏട്ടനൊന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ടിട്ടും കാര്യമൊന്നുമില്ല. അവളെ ക്രിസ്ത്യാനിയാ. കളഞ്ഞ കഞ്ഞിക്കലം. അല്ല, ക്രിസ്ത്യാനിയാണെങ്കിലും നോക്കിയിരിക്കുന്നുണ്ടെന്താ? ചുമ്മാ വായ നോക്കുന്നതിന് ചിലതൊന്നുമില്ലല്ലോ. അയ്യടാ, അങ്ങനെ ഇപ്പൊ ഏട്ടനവളെ വായി നോക്കണ്ട. നീ എന്തൊരു പെങ്ങളാടി. ഓരോ ചേട്ടന്മാരോട് പെങ്ങന്മാര് പറയുന്നത് അവളെ നോക്ക് ഇവളെ നോക്കുന്നു. നീയാണേലോ. അമ്മ എങ്ങനെ അറിഞ്ഞാ ഏട്ടൻ ചൂലെടുത്തടിക്കും പുറമഴിക്ക്. ഇവളെന്റെ ഏട്ടെത്തിയിട്ട് വരുന്നില്ലേ, എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല. അല്ലെങ്കിലും എനിക്ക് തോന്നിയിട്ട് എന്താ കാര്യം? നിന്റെ അമ്മ വീട്ടിൽ കെട്ടാൻ സമ്മതിക്കില്ലല്ലോ. ഞാൻ ആരെയും നോക്കാതിരിക്കാൻ മന്ത്രവും വഴിപാട് നടത്തിക്കൊണ്ടിരിക്കുക. ശരിയാ, വെറുതല്ല ഏട്ടൻ ഒരു പെൺകുട്ടിനോട് ഇഷ്ടം തോന്നാത്തത്. മതി മതി, എഴുതി പോ. എന്നാ ശരി, ഗുഡ് നൈറ്റ്. പോ. അജു, നീ അത് നോക്കിക്കേ. ഇതെന്താ ഇവിടെ ചട്ടയും മുണ്ടൊക്കെ എടുത്തോണ്ട്? ഹലോ സീനിയർ, എങ്ങനെയുണ്ട്? കൊള്ളാമോ? നിനക്കെന്തൊരു പ്രാന്താണോ? ഇതപ്പം നന്നായ. ഇത് ഒപ്പിക്കാൻ ഞാൻ എത്ര പാടുപെട്ടെന്ന് അറിയോ? അതിലും പാടായിരുന്നത് ചുറ്റാൻ. പിന്നെ സീനിയർ പറഞ്ഞതല്ലേ, എങ്ങനെ അനുസരിക്കാതിരിക്കുക? അതുകൊണ്ട് ഒരുവിധം ഒപ്പിച്ചു. അപ്പൊ നീ രണ്ടും കൽപ്പിച്ചാണ്. ഡ്രസ് മാറ്റി വേറെ ഏതെങ്കിലും നല്ല മനക്കുള്ള. അതെ, സീനിയർ പറഞ്ഞ അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? എൻ്റെ വേറെ ഡ്രസ്സൊന്നുമില്ല. നാശം പിടിക്കാനായിട്ട്. അതെ, കുറച്ച് വഴി വരുമോ? എനിക്ക് ക്ലാസ്സിൽ പോകാൻ ടൈമായി. അപ്പൊ നമുക്ക് കാണാമേ. ബൈ. അർജുൻ, തന്നെ പ്രിൻസിപ്പൽ വിളിക്കുന്നുണ്ട്. കാര്യം എന്തായിരുന്നു മിസ്സേ? എന്തോ റാഗിങ്ങിന്റെ എന്തോ കാര്യമാണ്. താൻ എന്തായാലും ചെന്ന് നോക്ക്. എന്താ അർജുൻ ഇതൊക്കെ? ചട്ടയും മുണ്ടുവാണെന്ന് തോന്നുന്നു. താനിപ്പോ സസ്പെൻഷൻ കഴിഞ്ഞ് വന്നതല്ലേ ഉള്ളൂ. തന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ റാഗിങ് കോളേജിൽ പറ്റത്തില്ലെന്ന്. അതും ഞാൻ റാഗിങ് ചെയ്തെന്ന് മാഡത്തിനോട് ആരാ പറഞ്ഞേ? ഈ കുട്ടി തന്നെയാ പറഞ്ഞത്. താൻ പറഞ്ഞിട്ട് ഈ കുട്ടി ഈ വേഷം കിട്ടിയതെന്ന്. ഞാൻ എപ്പോഴാണ് ഇങ്ങോട്ട് പറഞ്ഞു ചട്ടയും മുണ്ട് എടുത്ത് വരാൻ? ഈ സീനിയർ ചേട്ടനാണ് പറഞ്ഞത് സംസ്കാരത്തിനൊത്ത ഡ്രസ്സ് വേണം ഇട്ടിട്ട് വരാൻ വേണ്ടിയിട്ടെന്ന്. ഇന്നലെ എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ? നമുക്ക് എല്ലാവർക്കും ഓരോ സംസ്കാരം ഉണ്ടെന്നും എനിക്ക് സംസ്കാരം ഇല്ലെന്നൊക്കെ ഇയാൾ പറഞ്ഞു. മാഡം, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഈ പെണ്ണ് വായി തോന്നുന്നു വിളിച്ച് പറയുന്നതാണ്. കർത്താവെ, കള്ളം പറയുന്നു മാം. ഇത് കർത്താവാണേ സത്യം. ഇങ്ങനെ എന്നോട് പറഞ്ഞത് നാളെ വരുമ്പം സംസ്കാരത്തിനൊത്ത ഡ്രസ്സ് വേണം ഇട്ടിട്ട് വരാമെന്ന്. അർജുൻ, ഇവിടെ കിടന്ന് ബഹളം വെക്കരുത്. താനൊന്നില്ലെങ്കിൽ കോളേജിലെ ചെയർമാൻ അല്ലേ? അർജുൻ, ഇത് ലാസ്റ്റ് വാർണിംഗ് ആണ് തനിക്ക്. ഇനി ഇതേപോലെ എന്തെങ്കിലും താൻ ചെയ്തു എന്നറിഞ്ഞ പിന്നെ താൻ ഈ കോളേജിൽ കാണില്ല. അർജുൻ കൃഷ്ണയ്ക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എങ്കിൽ പോകാൻ രണ്ടുപേർക്കും. ഇന്നലെ അത്രയും പേരുടെ മുമ്പിൽ വെച്ചിട്ട് എന്നെ നാടൻ കെടുത്തി ഷോ ഇറക്കിയില്ലേ? അതിനുള്ള ഒരു ചെറിയ ഡോസാണ് കിട്ടിക്കോ. നീ പെണ്ണായിപ്പോയി. അല്ലെങ്കിൽ ചുമലിൽ നിന്ന് പഠിച്ചെടുക്കേണ്ടി വന്നേ. അല്ലെങ്കിൽ നീ ചുമലിൽ പടായിട്ടിരിക്കുന്ന ഫോട്ടോ ഞാൻ ഈ കോളേജ് മൊത്തം ഒട്ടിച്ചാണ്. ഓഹോ, മാറിക്കോട്ടെ. ജൂലിയ റോസ്, ഇനിയും എനിക്കെതിരെ ഈ ജാതി കളിയും കൊണ്ട് വന്ന നിന്റെ മുട്ടുകാരി ഞാൻ ശരിക്കും തല്ലി പിടിക്കും. അർജുൻ കൃഷ്ണ പറയുന്ന. അയ്യോ, ഞാനങ്ങ് പേടിച്ചു പോയി. എന്നെ ചൊറിയാൻ വന്നാ ഞാൻ കേറി മാന്തി നിൽക്കും. നിന്നെ ഞാൻ പേടിപ്പിച്ചു തരുന്നുണ്ടടി. നിന്നെ വീട്ടുകാർ പഠിപ്പിക്കാത്ത മര്യാദ ഞാൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. ആഹാ, ഇങ്ങനൊരു കോഴ്സ് കോളേജിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. എനിക്കറിയാവുന്ന പാഠങ്ങൾ ഞാനും പഠിപ്പിക്കാം. വേറൊരു കോഴ്സ് ഉണ്ട്, ചേട്ടൻ പഠിപ്പിച്ചു തരട്ടെ, ഫ്രീ ആയിട്ട്. മാറിയില്ലെങ്കിൽ നീ എന്ത് കൂടി? മര്യാദയ്ക്ക് മാറിക്കോ. പ്രിൻസിപ്പൾ വാണിംഗ് തന്നത് മറക്കണ്ട. ഇവളുടെ അടുത്ത് ഇനി ഇത് മാത്രമേ ഏൽക്കുള്ളൂ. മാറിയില്ലെങ്കിൽ ഒച്ച വെച്ച് ആളെ കിട്ടും. ഒച്ച എങ്ങാനും വെച്ച നിന്നെ ഞാൻ പിടിച്ച് കിസ് ചെയ്യും. എന്റെ അമ്മയാണേ ഞാൻ പിടിച്ച് കിസ് ചെയ്യും. എന്താ ചെയ്യട്ടെ? എന്താടി നിന്റെ ശൗര്യം കെട്ടുപോകും? അർജുൻ കൃഷ്ണ ഇത്ര വൃത്തിയായിട്ടാണെന്ന് ഞാൻ അറിയില്ല. ഞാൻ പറഞ്ഞു അതിനോട് നല്ലവനാണെന്ന്. തന്നെ കണ്ടാലേ അറിയാം അവനൊരു വഷളാണ്. ആണല്ലേ? എന്നാ മേലാൽ എന്റെ അടുത്തേക്ക് വന്നേക്കരുത്. അല്ലെങ്കിൽ മോളെ ഞാൻ പല പാഠങ്ങൾ പഠിപ്പിക്കും. ശരിയാക്കി തരാടി പിത്തക്കാടി. എന്താ രാജു, എന്താ ഞാൻ പറഞ്ഞേ? ഓ, എന്താ പറയാനാ? ആ പെണ്ണുണ്ടല്ലോ,
ആനോ ആനയോ അങ്ങനെ എന്തോ. അവള് പോയിട്ട് കംപ്ലൈന്റ് കൊടുത്തു, ഞാൻ അവളെ റാഗ് ചെയ്തു അത്രേ. അവള് പറഞ്ഞു ഞാൻ സംസ്കാരമുള്ള ഡ്രസ്സും ഇട്ടുകൊണ്ട് വന്നതാണ്. അതുകൊണ്ടാണ് അവൾ ചട്ടയും മുണ്ടും എടുത്ത് വന്നത് പോലും. ഈ നാശം പിടിച്ചവളെ കൊണ്ട് ഇല്ലാതെ തെറയാണല്ലോ. ബെസ്റ്റ് അവള് നിന്റെ പൊക്കെ കണ്ടിട്ടേ പോളൂ. അവളെ ഞെരിക്കാനുള്ള വിദ്യയൊക്കെ ഈ അർജുൻ നന്നായിട്ട് അറിയാം. പിന്നെ വേണ്ടാന്ന് വെച്ചിട്ടാ. എന്റെ പൊന്നജു, ഇനി നീ പ്രശ്നത്തിന് പോരുത്. അറിയാലോ, ലാസ്റ്റ് വാണിങ്ങാ തന്നേക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ പറയരുത്. ഞാൻ വല്ല പ്രശ്നത്തിന് പോയിട്ടാണോ ഈ വള്ളി മുഴുവൻ തള്ളി കിടക്കുന്നത്? ഇതെന്തോ ഇത് ഒഴിയാ ബാധയോ? ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യാം. നീ വാ. ഓ എനിക്ക് വയ്യ, എനിക്കിതും കൂടൊന്നുമില്ല മാസി പിടിക്കാൻ. ഞാൻ ലൈബ്രറിയിൽ പോയിരിക്കാൻ പോവാ. എനിക്ക് കുറച്ചൊന്ന് ഒറ്റയ്ക്കിരിക്കണം. ഇന്ന് ഞാൻ ക്ലാസ്സിനില്ല. നിങ്ങൾ ചെല്ല്. ശരി, ഇതാ കുരിശിന്റെ വേണ്ടല്ലേ? ആ ജൂനിട്ട് പണിയെത്തിട്ട് അവൾ ഇതിൽ സൂക്ഷിച്ചു പോണ്ട, ശരിയാക്കി തരാം. ഓ, കടുവയുടെ പണിയാണല്ലേ? ശരിയാക്കി തരാം. ഏട്ടാ, എന്താ പോടെ? നീ എന്താ ഇവിടെ? ഏട്ടന്റെ ക്ലാസ് കഴിഞ്ഞോ? ആ ഞാനൊന്ന് ക്ലാസ്സിൽ കയറിയില്ല. എന്താ? അതെന്ത് പറ്റി? ആ എന്നടി എനിക്ക് ചെറിയ തലവേദന പോലെ, അതുകൊണ്ട് ഞാൻ കയറാഞ്ഞതാ. എന്താ മോളെ കാര്യം? ഏട്ടാ എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യോ? നീ എന്തിനിങ്ങനെ മുഖവരി ഇടുന്നേ? ഞാൻ നിന്റെ ഏട്ടനാ, ഹെൽപ്പ് ചെയ്യാൻ ചോദിക്കുന്നത്. നീ കാര്യം പറ. ഞാൻ കാര്യം പറഞ്ഞ ഏട്ടൻ ചെയ്യൂലോ? ആദ്യം നീ കാര്യം പറ, അതിനുശേഷം ഞാൻ വേണോ വേണ്ടയോ തീരുമാനിക്കാം. ഞാൻ അവക്ക് വാക്ക് കൊടുത്തു, അതുകൊണ്ടാ. ആർക്ക്? ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഏട്ടനോട് എന്റെ ഫ്രണ്ടിനെ കുറിച്ച്? അവളുടെ വണ്ടി പഞ്ചറായി. അവക്ക് ഇവിടുന്ന് വണ്ടി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. എനിക്ക് വേറെ ആരെയും ഇരിക്കാൻ പറ്റില്ലല്ലോ, അതാ ഞാൻ ഏട്ടനോട് പറയാമെന്ന് വിചാരിച്ചേ. ഏട്ടനാണെങ്കിൽ എനിക്ക് വിശ്വാസമാണ്. പ്ലീസ് ഏട്ടാ. വിശ്വാസമാണോ? എന്നാ ഓക്കെ, എന്റെ ഫ്രണ്ട് എവിടെയുണ്ട്? ഞാൻ എവിടെയാണ് കൊണ്ടാക്കേണ്ടത്? താങ്ക് യു ഏട്ടാ. പണ്ടാരും ഇതിനും ഭേദം വല്ല പാണ്ടിലോര് എഴുതി ചാവുന്നതായിരുന്നു. ഏട്ടാ, ഇവളാ എന്റെ ഫ്രണ്ട് ആൻ. ആൻ ഏട്ടൻ കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ടുണ്ട്. അയ്യോ ഞാൻ മറന്നുപോയതാ, എനിക്ക് അത്യാവശ്യമായിട്ട് വേറൊരു സ്ഥലത്ത് പോകാനുണ്ട്, അതുകൊണ്ട് ബുദ്ധിമുട്ടാടി. നീ ഒരു കാര്യം ചെയ്യ്, വല്ല ഓട്ടോ എങ്ങാനും സംഘടിപ്പിച്ചു കൊടുക്ക്. ഏട്ടാ, ഏട്ടാ എനിക്ക് വാക്കെന്താ, നീ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവളെ കൊണ്ടുവിട്ടിട്ട് എങ്ങോട്ടാന്ന് വെച്ചാ പോയാൽ മതി. അത് ഞാൻ ഇപ്പഴല്ല അനു ഓർത്തത്. നീ ഇങ്ങനെ ചുമ്മാ വാശി പഠിപ്പിക്കാതെ വേറെ ആരെങ്കിലും നീ നോക്ക്, എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കൂട്ടക്കാര് മൊത്തം സമരത്തിലാ, പിന്നെ ഇവിടെ വേറെ ആരെയും അവൈലബിൾ ആയിട്ടില്ല. ഏട്ടൻ മാത്രമേ ഉള്ളൂ, അതല്ലേ? പ്ലീസ് ഏട്ടാ. അനു നിനക്ക് ഇവിടെ അറിയാത്തോണ്ടാ. ഇതൊന്നും ശരിയാവില്ല, നീ അങ്ങനെ ഒന്നും ഇവിടെ ഒഴിവാക്കിത്താ. ശ്രീ സാരല്ല, ഏട്ടന് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, നിർബന്ധിക്കണ്ട. കണ്ടോ, ആ കൊച്ചു പറഞ്ഞു നിർബന്ധിക്കണ്ടെന്ന്. അതുകൊണ്ട് നീ ചെല്ല്. നീ ഒന്നും മിണ്ടാത്തിരുന്നേ. ഏട്ടാ, ഇവിടെ കൊണ്ടുവിട്ടിട്ട് ഏട്ടൻ എവിടേക്കാന്ന് വെച്ച് പോയിക്കോ, പ്ലീസ് ഏട്ടാ. നീ എന്തിനാണ് വാശി പിടിക്കുന്നത്? അല്ലെങ്കിലും നമ്മുടെ ഞാൻ ഈ ബാച്ചിലർ ആണല്ലോ, അപ്പോ എന്റെ വണ്ടിയുടെ പുറകെ അതും ഈ അവിവാഹിതയായ കുട്ടീനെ കൊണ്ടുപോയ നാട്ടുകാരെന്തോ പറയും? നമ്മുടെ കൾച്ചറൊക്കെ നോക്കണ്ടേ? ഏട്ടനെപ്പോഴും ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങി? ഞാനിപ്പോ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. എനിക്ക് നിന്നെ പോലെ പെങ്ങളില്ലേ, ഞാൻ നിന്നെ വേറെ ആരുടെയും പിന്നാലെ വിടുവോ? ഇല്ലല്ലോ. ഏട്ടന് ഇവളെ ഇന്ന് കൊണ്ടുവിട്ടില്ല എങ്കിൽ ഏട്ടൻ കോളേജിൽ അടി ഉണ്ടാക്കിയ കാര്യം ഞാൻ അച്ഛനോടും അമ്മേനോടും പറഞ്ഞു കൊടുക്കും. അത്രേ ഉള്ളൂ. നീ കയറും. ഹലോ സീനിയർ, റോഡിൽ കുണ്ടും കുഴികളും ഉണ്ടാവും, അതുപോലെ ഹമ്പും ഉണ്ടാവും. അതിലൊന്നും ചടിക്കാണ്ട് കറക്റ്റ് അങ്ങനെ വീട്ടിലെത്തിക്കണം. വഴി ഞാൻ പറഞ്ഞുതരാം. അപ്പം എങ്ങനെയാ, പോവല്ലേ? നിന്റെ ഒടുക്കത്തെ പോക്കാടിയത്, കേറങ്ങോട്ട്. ശ്രീ, എന്നാ ഞാൻ എത്തിയിട്ട് വിളിക്കാം കേട്ടോ. ബൈ. ഓക്കെ ബൈ. നിനക്കുള്ളത് ഞാൻ വേറെ തരാട്ടാ. എന്നാ ഏട്ടൻ പോട്ടെ. ഏട്ടാ സൂക്ഷിച്ചുണ്ടോടെ? ആ സൂക്ഷിക്കുന്നുണ്ട് ഞാനിവിടെ. ഇവളുടെ പരിപ്പ് ഞാനൊന്ന് എടുക്കും. അതെ, ഇയാളെന്നെ കൊല്ലം കൊണ്ടുപോകണോ? ഇയാളെന്താ ഒന്നും മിണ്ടില്ലേ? അല്ല, സ്നേഹിക്ക. ഓഹോ, എന്നാ വേഗം ആകട്ടെ. എന്താ അവളുടെ അഹങ്കാരം? ഇപ്പൊ ശരിയാക്കരാട്ടാ. എന്ത് പടി? സീനിയറിന് കുറവ് കൂടുതലാന്ന് എനിക്ക് നന്നായിട്ടറിയാം, അതുകൊണ്ടാ ഇത്. എൻ്റെ സേഫ്റ്റി ഞാൻ നോക്കണ്ടേ? സീനിയർ നേരെ നോക്കി ഓടിക്കും. അതെ, കറക്റ്റ് ആയിട്ടൊന്ന് വഴി പറഞ്ഞു തരാമോ? ഏത് കുതാണിലാണ് നീ കൊണ്ട് വീട് വെച്ചിരിക്കുന്നത്? സ്ട്രെയിറ്റ് പോയിട്ട് റൈറ്റിലേക്ക്. ഇത് കുറെ നേരം ആയല്ലോ. റൈറ്റ് ഏത് കോത്താഴത്തിൽ കൊണ്ടാ വീട് വെച്ചിരിക്കുന്നത്? ദാ എത്തി. ദേ ആ കാണുന്ന വീടാ. ഇവിടെ നിർത്തിക്കോ.
എന്നാ ഒന്ന് ഇറങ്ങി തന്നൂടെ? ഓ ഇറങ്ങുക, അല്ലാതെ ഇവിടെ പെറ്റിരിക്കല്ല. നോക്കില്ലെങ്കിൽ അവളെ കുറുക്കം കൊണ്ടുപോയി. എന്തെങ്കിലും പറഞ്ഞായിരുന്നു? കൊള്ളാം എന്ന് പറഞ്ഞതാ. ഓഹോ, പിന്നെ ഈ പണി അറിയാത്തവരെയും കൊണ്ട് പണി എടുപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ. എന്ത് പണി? നിങ്ങളുടെ ഫ്രണ്ട് എൻ്റെ വണ്ടി പഞ്ചറാക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. അതുകൊണ്ടാ നിങ്ങളുടെ അനിയത്തിനെ ചാക്കിയിട്ട് നിങ്ങളെയും കൊണ്ട് തന്നെ എന്നെ ഇവിടെ എത്തിപ്പിച്ചത്. കൊള്ളപ്പന്നി, പണി തന്നല്ലേ. എന്നാൽ ടൈം കളയണ്ട, ചേട്ടൻ വിട്ടോ. പിന്നെ ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ ഡയറക്റ്റ് ടൗണാ. ഇനി ചുറ്റി വളയാൻ നിൽക്കണ്ട. ഇനി പന്ന, നീ അപ്പൊ എനിക്ക് മനഃപൂർവ്വം പണി തന്നതാണല്ലേ? അതെ, മനഃപൂർവ്വം തന്നെയാണ് നിങ്ങൾ ഇത്ര ഇട്ട് ചുറ്റിച്ചത്. എന്നാ ശരി, ബൈ. ഇതൊരു നടക്കി പോവില്ല. എത്തിയോ? എന്താ ലേറ്റ് ആയേ? ദേ, വെറുതെ നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കരുത്. എനിക്ക് നിരന്തരം പണി തരുന്നവനാണ് നിന്റെ ഫ്രണ്ട്. അതെന്താ ഏട്ടൻ അങ്ങനെ പറഞ്ഞേ? ഒന്നുമില്ല മുന്നേ, ഞാൻ ഒന്ന് കിടക്കട്ടെ, കുറച്ച് സമാധാനം താ. അവളും അവളുടെ ഒരു കോപ്പിലെ ഫ്രണ്ടും ചവിട്ടിക്കുട്ടി കത്തിക്കും ഞാൻ. ഇതെന്ത് കുത്ത്? രാജു, നീയാണോ ഇന്നലെ അവളെ വീട്ടിൽ കൊണ്ടാക്കിയത്? ആരെ? ആ ആന്നെ. ആന്നോ? എടാ മറ്റേ കുരിശ് വള്ളിക്കേസ്. ആ അവളെ. ആ ഇന്നലെ എന്റെ അനിയത്തി എനിക്ക് തോളിൽ വെച്ചെന്ന കുരിശത്. അവക്കറിയോ ഇവളെ? അവക്ക് മാത്രമേ ഇവളെ കുറിച്ച് അറിയാത്തതുള്ളൂ. എന്റെ അനിയത്തിയുടെ കൂട്ടുകാരിയാ ജൂലിയ റോസ്. നിന്റെ അനിയത്തിക്ക് വേറെ ആരും കിട്ടിയില്ലടാ. എനിക്കത് അവളോട് ചോദിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ അവൾക്ക് ഇവളെന്തോ കൈവശം കൊടുത്ത പോലെ നേരം ഇവളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതും പറഞ്ഞ് അടി ഉണ്ടാക്കും. പിന്നെ മോങ്ങലായി. എനിക്ക് വയ്യ. ഇന്നലെ അവളുടെ വണ്ടി പഞ്ചറാക്കിയത് വെറുതെ ആയല്ലോ. അത് നിനക്കിട്ട് തരണം എന്ന് വിചാരിച്ചതാ പന്ന റെജിലെ. ഞാൻ നിനക്ക് വേണ്ടി സഹായം ചെയ്തതല്ലേ? നല്ല സഹായമാ. കുരിച്ചെടുത്ത് തോളെ വെച്ച് തന്നൊരു സഹായമാണ് പോലും. അത് പിന്നെ ഞാൻ അറിഞ്ഞു ഇങ്ങനെയൊക്കെ ആവുന്നു. അതൊക്കെ പോട്ടെ, നമുക്ക് പോയി പ്രാക്ടീസ് ചെയ്യാം. വാ. അർജുൻ, എന്താടോ ഇപ്പൊ ഒരു മൈൻഡും ഇല്ലല്ലോ? വൃന്ദ, നീ നിന്നെ കാണാറില്ലല്ലോ. നമ്മളിവിടൊക്കെ തന്നെ ഉണ്ട്. അതെന്താ അങ്ങനെ ഒരു ടോക്ക്? അർജുനല്ലേ ഇപ്പൊ നമ്മളിന്ന് മൈൻഡ് ചെയ്യാത്തത്? എങ്ങനെ മൈൻഡ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത്? നീ കാര്യം പറ. തോട്ടങ്ങയുള്ള ഒലിപ്പിരും. രാജു, ഞങ്ങൾ പോവാ, നീ ഇങ്ങോട്ടേ വന്നാ മതി. നിങ്ങൾ കിട്ടോ, ഞാൻ വരാം. താൻ സസ്പെഷ്യൽ ആയിരുന്നപ്പം ഞാൻ എന്തുമാത്രം തന്നെ മിസ് ചെയ്തെന്നറിയോ? പിന്നെ എനിക്കറിയാലോ, നീ അല്ലേ എന്നെ ഈ കോളേജിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. ഇത് കടുവയല്ലേ? അങ്ങനെ എന്താ ഇവിടെ ചെയ്യുന്നത്? എന്നിട്ടാണോ എന്നെ കാണുമ്പോ ഒരു മൈൻഡില്ലാത്ത? മൈൻഡില്ലെന്ന് ആര് പറഞ്ഞു? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ പറയുമ്പോ ഉള്ള സ്നേഹം മാത്രമേ ഉള്ളൂ. നിനക്കൊരു കോഫി വാങ്ങി തന്ന ഈ പിണക്കം അങ്ങ് മാറൂ? വാങ്ങി തന്നാ മാത്രം പോരാ, ഒരുമിച്ചിരുന്ന് കുടിക്കണം. എന്നാ ചിലപ്പോ മാറുമായിരിക്കും. അയ്യേ, ഒലിപ്പിച്ച് നിക്കണ നോക്ക്. ഓ സോറി ബന്ധ, എനിക്കതിനുള്ള ടൈമില്ല. നിനക്കറിയാലോ എൻ്റെ പ്രോഗ്രാം വരുന്നുണ്ട്. സോ പ്രാക്ടീസ് ചെയ്യാനായിട്ട് അവന്മാർ വിളിച്ചുകൊണ്ടിരിക്കുക. ഓ അജു, എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇപ്പൊ പറയണം? കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാ പോരെ? ഇത് ഇത്രയും വലിയ കോഴിയായിരുന്നോ? ഓക്കെ. അപ്പൊ എന്താ, ഞാനെന്നാ ചെല്ലട്ടെ, അവന്മാർ കാത്തിരിക്കും. ഓക്കെ ബൈ. ഓക്കെ ബൈ, സീ യു. വരുന്നുണ്ട് കാര്യം, കാണാത്ത പോലെ നിൽക്കാം. എന്താടി ഇവിടെ വായി നോക്കി നിൽക്കുന്നേ? വായ നോക്കി ആരാന്നൊക്കെ ഞാൻ കണ്ടായിരുന്നു. എന്തായാലും നിന്റെ വായ ഞാൻ നോക്കിയിട്ടില്ല. ഇനിയിപ്പോ നിങ്ങൾ നോക്കിയാലും ഞാൻ വീഴാൻ പോകുന്നില്ല. അത്രയ്ക്കും വലിയ ഗതികേട് എനിക്ക് എന്തായാലും ഇല്ല. അല്ല, എത്ര പേരുണ്ട് ലിസ്റ്റിൽ? ഏതായാലും നീ ഇല്ല. അല്ലെങ്കിൽ തന്നെ നീ എന്തിനാ ഇതൊക്കെ അറിയുന്നേ? ഞാൻ എന്തായാലും അതിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. ഫ്രണ്ടിനെ ഏട്ടനായി പോയില്ലേ, പാവം. അവക്ക് എന്ത് വിശ്വാസം അവളുടെ ഏട്ടനെ. എന്ന ഏട്ടന്റെ സ്വഭാവം വല്ലത് അറിയുന്നുണ്ടോ? ഞാൻ അതിനൊരു പെണ്ണിനും വഞ്ചിച്ചിട്ടില്ല. അത് ഞാൻ കുറച്ചു മുമ്പ് കണ്ടായിരുന്നു, ഇതൊന്ന് ഒലിപ്പിക്കുന്നത്. അതൊക്കെ നീ എന്തിനടി കാണുന്നു? കണ്ണുള്ളതുകൊണ്ട് കണ്ടുപോയതാണേ സാറേ. മാറിക്കോട്ടെ. കണ്ണുണ്ടെന്ന് കരുതി എല്ലാം അങ്ങനെ കാണാമോ? കൈമാറ്റം മാറ്റിയില്ലെങ്കിൽ നീ ശ്രീയുടെ ഏട്ടനാണെന്ന് ഞാൻ നോക്കില്ല. മാറും. എന്ത് ചെയ്യുന്ന അമ്മോട് പറഞ്ഞു വരുന്നേ? കാറിനെ കുറിച്ച് നോക്കി ഓർമ്മ തരും. എന്റെ കിസ്സോ? അയ്യടാ, കിസ്സും വൃത്തികെട്ടവൻ. എന്താടോ
എന്നാ ചേട്ടൻ എങ്ങോട്ട് പോട്ടെ മോളെ? അപ്പാ സോപ്പൊന്നും വേണ്ട, കാര്യം പറ. അത് പിന്നെ നാളെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിക്കോട്ടെ. ഏത് ഫ്രണ്ട്? ശ്രീയുടെ വീട്ടിൽ. പോകുന്നൊക്കെ കൊള്ളാം, പോകുന്ന പോലെ തിരിച്ചു വന്നേക്കണം. അത് ഞാൻ ഏറ്റു. ഇങ്ങനെ തിണ്ടി നടന്നോണം. എന്ത് ചെയ്യാനാ, അപ്പൻ്റെ മോളായി പോയില്ലേ, ചോദിച്ച് മേടിച്ചല്ലേ. അമ്മ അവള് വന്നു തോന്നുന്നു, ഞാൻ പോയി നോക്കിയിട്ട് വരാമേ. ആ അന്നാമേ കേറി വാ. അമ്മ ഇതാണ് എൻ്റെ അന്നമ്മ. അന്നമ്മോയ് ഇതാണ് എൻ്റെ അമ്മ. നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ അപ്പേക്കും ചായ എടുക്കാം. ശരി ആൻറ്റി. നീ ഒരു കാര്യം ചെയ്യ്, വീടൊക്കെ ഒന്ന് ചുറ്റിക്കാണ്, ഞാൻ ഇപ്പം വരാമേ. അപ്പൊ ഇതാണ് കടുവയുടെ റൂം. കുഴപ്പമില്ല, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. കടുവ ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു. ഇങ്ങാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇനിയിപ്പോൾ പിടിച്ചു തിന്നാനെ. ഇനി അനുവാദം ചോദിക്കാതെ റൂമിൽ കയറി എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുമോ? ഓ പിന്നെ ഉണ്ടാക്കിയപ്പോൾ എന്താ. ഇതാരാ ഈ പാടുന്നത്? ഇത് കടുവയല്ലേ? നശിപ്പിച്ച്. നീ എന്താ ഓണങ്ങൾ ഡ്രസ്സ് മറന്ന് ഓടി നോക്കുന്നോടി. അത് പിന്നെ ഞാൻ ഇതിലെ പോയപ്പം പാട്ട് കേട്ടപ്പോ നോക്കിയതാ. പാട്ട് കേട്ടാ നീ കയറി നോക്കൂടി. സത്യം പറയടി, നീ സീൻ പിടിക്കാൻ ഇറങ്ങിയതല്ലേ? പിന്നെ സീൻ പിടിക്കാൻ വേണ്ടിട്ട് താൻ ഋത്തിക് റോഷൻ അല്ലേ? ഋത്തിക് റോഷൻ അല്ലെങ്കിലും അത്യാവശ്യം ബോഡിയൊക്കെ എനിക്കുണ്ട്. പിന്നെ എന്ത് പിന്നേന്നാ? സത്യം പറ, നീ എന്നെ കാണാൻ വേണ്ടിയല്ലേ ഈ മുറിയിൽ വന്നത്? പിന്നെ എനിക്ക് തലയ്ക്ക് ഓളല്ലേ? ഓളം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായതാണല്ലോ. പിന്നെ എന്തിനാ നീ ഈ മുറിയിൽ വന്നേ? പറ, ചേട്ടൻ കേൾക്കട്ടെ. അത് പാട്ട് കേട്ടപ്പം ആരാ പാടുന്നേ നോക്കാൻ വന്നതാ, അല്ലാതെ എനിക്കറിയില്ലായിരുന്നു ഇത് നിങ്ങളുടെ മുറിയാന്ന്. സത്യമായിട്ട് അറിയില്ലായിരുന്നു? ആ ഇല്ല, ഇല്ലേ? ഞാൻ പറഞ്ഞല്ലോ എനിക്കറിയില്ലായിരുന്നു. അന്നമ്മോ, നീ കള്ളം പറയും, പക്ഷെ നിന്റെ ചുണ്ടുകളും കണ്ണുകളും അവറ്റയ്ക്ക് കള്ളം പറയാൻ പറ്റില്ലല്ലോ. കണ്ടോ, എന്നെ കാണാൻ മാത്രം നിന്റെ കണ്ണുകൾക്ക് എന്നത്ര പടപ്പ്. അത് നിങ്ങൾക്ക് തോന്നുന്നതാ? തോന്നുന്നതാണല്ലേ? ആ അതെ. ശരി, ഓക്കെ. എന്തിനാണ് നിൽക്കുന്നത്? പോക്കൂടെ നിനക്ക്? ആ പോവും തന്നെയാ. ഇവിടെ ആരാ ഗിറ്റാർ വായിക്കുന്നത്? എന്റെ പൊന്നെ അത് തൊടല്ലേ, ഏട്ടൻ്റെയാ. കടുവയുടെ ആയിരുന്നോ? ശ്രീ, നിനക്ക് വായിക്കാൻ അറിയത്തില്ലേ? എന്റെ മോളെ, ഈ ബുദ്ധൂസിനോട് ഒരുപാട് പറഞ്ഞാ ഞങ്ങള്, എവിടെ കേക്കാൻ. അതെന്താ ശ്രീ? എനിക്കിതിനോടൊന്നും താല്പര്യമില്ല, എനിക്ക് ഡാൻസിനോടാ ഇഷ്ടം. മോക്ക് ഇഷ്ടമാണോ? എനിക്ക് ഗിറ്റാർ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം, പക്ഷെ നടന്നില്ല. ഇതിനെന്താ, ഞാൻ അച്ഛനോട് പറയാം, അമ്മ നിന്നെ പഠിപ്പിക്കും. അയ്യോ അത് വേണ്ട ആൻറ്റി. എന്തായാലും അത് മോളുടെ ഒരു ആഗ്രഹമല്ലേ, ഞാനൊന്ന് അവനോട് പറഞ്ഞു നോക്കട്ടെ. എന്താ മോനെ അജു, എന്താ നീയേ മോക്കൊന്ന് ഗിറ്റാർ വായിക്കുന്ന പഠിപ്പിച്ചു കൊടുക്ക്. എന്താന്ന്? മോക്ക് ഗിറ്റാർ പഠിക്കണമെന്നൊരാഗ്രഹം, നീ ഒന്ന് പഠിപ്പിച്ചു കൊടുക്ക്. എന്റെ മുന്നിൽ പോയി, ഇത് അങ്ങനെ പഠിക്കാൻ പറ്റുന്ന സാധനമല്ല, അതിന് കുറച്ച് സെൻസ് ഒക്കെ വേണം. അതായത് പെട്ടെന്ന് കയറി വന്നാൽ ഗിറ്റാർ പഠിക്കാൻ പറ്റുമോ? അതായത് 5-6 വർഷം കൊണ്ട് പഠിച്ചിട്ട് ഇപ്പൊ 8 ദിവസം കൊണ്ട് പഠിപ്പിക്കാൻ പറ്റുമോ? നിന്നോട് അതിനെ മൊത്തം പഠിപ്പിക്കാൻ പറഞ്ഞോ? അവക്ക് ആദ്യം നീ പറഞ്ഞു കൊടുക്ക്, പിന്നെയല്ലേ ബാക്കി. നീ അവക്ക് ബേസിക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്ക്, ബാക്കി ആ കൊച്ചു പഠിച്ചോളൂ. എന്ത് തേങ്ങയെ പറയുന്നേ, ഞാൻ അതിനെ പറ്റി മൂടുന്നല്ല. പോയി ചെറുക്ക, മര്യാദയ്ക്ക് നീ നമുക്ക് പറഞ്ഞു കൊടുത്തോ. വളർന്നൊന്നും ഞാൻ നോക്കില്ല, ഒരെണ്ണങ്ങ് തെരിഞ്ഞ. ഈ ഒന്നും മനുഷ്യനെ നാണം കെടുത്താൻ. മോളെ, അവൻ നിനക്ക് പറഞ്ഞുതരും. ഞാനീ അടുക്കളയിലേക്ക് ചെല്ലട്ടെ. അമ്മ ഞാനുണ്ട്. ഈ കാട്ടുവാസിൽ കൂടെ എന്നെ ആക്കിയിട്ട് പോവുക അവര്. തള്ളയാണത്രേ, തള്ള. ഇയാൾ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഞാൻ നിന്നോടൊന്നും പറഞ്ഞില്ല. ഓ എന്നാ തുടങ്ങിക്കോ. മോശം. ഈ ഗിറ്റാറ് എങ്ങനെ എടുക്കാൻ നിനക്കറിയാമോ? 2 കൈ കൊണ്ടല്ലേ? അതടി ഗിറ്റാറ് ഇങ്ങനെ 2 കൈ കൊണ്ടും ചേർത്ത് വേണം പിടിക്കാനായിട്ട്. അത് പിടിക്ക്. ഇങ്ങനല്ലേ? ഇത് വീണയല്ല, ഇങ്ങനെ പിടിക്കാൻ. ഇങ്ങനെ വേണം പിടിക്കാൻ. അതങ്ങ് പറഞ്ഞാ പോരെ, അതിനെന്തിനാ ചൂടാവുന്നേ? മോശടെ. ഇതൊക്കെയാണ് പിച്ച് കൂട്ടാനും കുറയ്ക്കാനുള്ള സാധനങ്ങൾ, മനസ്സിലായോ? ഓരോ കമ്പിയിലും പതുക്കെ വേണം നമ്മൾ ഫിംഗർ കൊണ്ട് തൊടാൻ, എന്നാലേ അത് പഠിക്കാൻ പറ്റൂ.
അയ്യോ ഗിറ്റാറിന് നോവും. തൽക്കാലം ഇവൾക്കൊരു പണി കൊടുക്കാം. അവൾക്ക് ഈ കോയിൻ കൊടുക്കണ്ട. എന്താ എന്ത് പറ്റി? അത് കൈ മുറിഞ്ഞു. അത് സോറി, ഞാൻ ബ്ലഡ് വന്നപ്പോൾ ഐ എം റിയലി സോറി. ഞാൻ താഴേക്ക് പോവാ. ഞാൻ എന്ത് ചെയ്തേ? മോളന്നാമേ, സാരി നിന്നെ കാണാൻ സൂപ്പറായിട്ടുണ്ട്. ആരും കണ്ണു വെക്കാതിരിക്കട്ടെ. ഒന്ന് പോടി. വാ, മാച്ച് തുടങ്ങാൻ സമയം. നമുക്ക് ഗ്രൗണ്ടിലേക്ക് പോവാം. എടാ തിണ്ടി, ആ കടൽ എനിക്ക് കൊടുത്താടാ. ശ്രീ, നീ ഇവിടെ ഇരിക്കേ, ഞാനത് മേടിച്ചിട്ട് വരാം. അത് ഞാൻ അറിയാതെ. എന്താ ഇവിടെ എങ്ങും സ്ഥലമില്ലാതെ എനിക്കത് മടി കയറി കിടക്കണോ? അത് ഞാൻ കാലാട്ടി വീണതാ. അറിയാതെ പറ്റിയ മിസ്റ്റേക്കിന് ഞാൻ സോറി ചോദിച്ചില്ലേ, പിന്നെ ഞാൻ എന്ത് ചെയ്യണം? തന്നെ കാല് പിടിക്കണോ? ഈ സോറി എന്ന് പറഞ്ഞ വാക്കുള്ളതുകൊണ്ട് ഇടക്കിടക്ക് തുപ്പാൻ പറ്റുന്നുണ്ട്. അല്ല, എണീക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ലേ? അതോ എന്റെ മടിയിൽ കിടന്ന് കാണാനുള്ള പരിപാടിയാണോ? ഇത് നിങ്ങളൊരു ബെഡ് എന്റെ വീട്ടിലുണ്ട്, പോരുന്നോ? അവിടെ പട്ടി, എന്റെ മറ്റവളുടെ അടുത്ത് പോയി ചോദിക്കും. എന്താടി കുണ്ടുമിളകെ നിൽക്കുന്നത്? അതിനോ ഞാൻ ഒരുപാട് ഹാൻസം തന്നെയാണ്. എന്തായാലും ഇങ്ങനെ നോക്കാൻ പാടില്ല. ഗുണ്ടുളകെന്ന് വിളിച്ചാണ്ടല്ലോ. അയ്യ, നോക്കാൻ പറ്റിയൊരു സാധനം. തമ്പോടും മത്തങ്ങ തലയോ. പൊടി കുണ്ടുമിളകെ 1 കിലോ കരിങ്കല്ലിനെ കയറ്റി വെച്ചിട്ട് വന്നിരിക്കുക. കുറച്ച് മുടി നീട്ടി വളർത്തി മൈക്കിൾ ജാക്സൺ ആണെന്നാ വിചാരം. താനാര്? ഋത്തിക് റോഷനാ? ആയിരിക്കും. കട്ടപ്പനിലെ ഋത്തിക് റോഷൻ. അതാര്? എന്റെ തന്തപ്പിടിയോ? അതെ, എന്റെ അപ്പനെ പറഞ്ഞിട്ടുണ്ടല്ലോ, തന്നെ പോലെ ഒരു വൃത്തിക്കിടത്ത് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ട്. ഇനി പൊടി കുണ്ടുമിളകെ ഓടോ അലവലാതി. നീ നോക്കിക്കൂടി, നിന്നെ കെട്ടുന്നവൻ നിന്നെ കെട്ടി പണ്ടാലടങ്ങിപ്പോ. കള്ളുപിടിയും പെണ്ണുപിടിയും നടക്കുന്ന ഒരു ആഭാസനെ കെട്ടാൻ ഞാൻ പ്രാർത്ഥിക്കാട്ടാ. ആണോ? ഞാനതങ്ങ് സഹിച്ചു. എന്തായാലും തന്നെ കെട്ടുന്ന പെണ്ണിന്റെ അത്രയും ഗതികേട് വരില്ല. ഹലോ, എന്നെ കെട്ടുന്ന പെണ്ണ് ഞാൻ പൊന്നു പോലെ നോക്കും. തനിക്കും കിട്ടും ഒരു മന്ദബുദ്ധിനെ. എന്തായാലും നീ അല്ലല്ലോ. തനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് നമ്മുടെ ഫസ്റ്റ് മീറ്റിംഗിൽ എനിക്ക് മനസ്സിലായതാ. പക്ഷേ എനിക്ക് ഒട്ടും താല്പര്യമില്ല തന്നെ പോലെ ഒരു മരം കൊടരം കെട്ടാൻ. ഇതേ പെണ്ണെ, വല്ലാണ്ട് അങ്ങ് വളച്ചിലെടുത്താലുണ്ടല്ലോ, ഞാനങ്ങ് തീരുമാനിച്ചോളെ നിന്നെ ഞാൻ കിട്ടുമെന്ന്. പിന്നെ എന്റെ കൊച്ചുങ്ങളെ നോക്കി കഴിയേണ്ടി വരും. ലേബർ റൂമിൽ നിന്ന് ഇറങ്ങാൻ പോലും ഞാൻ സമയം തരില്ല. അത് നിങ്ങൾ അങ്ങ് ഒറ്റയ്ക്ക് തീരുമാനിച്ചാൽ മതിയോ? മതിയല്ലോ. കണ്ണി ഞാൻ കുത്തിപ്പിടിക്കും. വഷളൻ. മറക്കേണ്ട പോലെ മറച്ചു വെച്ചില്ലെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ നോക്ക് വരും. എന്നിട്ട് കുറ്റം മുഴുവൻ ഞങ്ങൾ ആണുങ്ങൾക്ക്. മറിക്കടോ. ഞാൻ നിന്നെ പിടിച്ച് കെട്ടിയിട്ടൊന്നുമില്ല, ഒക്കൂടെ? നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? എല്ലാരും നമ്മളെ നോക്കുന്നു. ഞാനാണോ? നിന്റെ ഏട്ടനല്ലേ? നീ ഇവിടെ വന്നിരുന്നേ. എന്താ പറയാ അർജുനെ, അവളെ കെട്ടാൻ ശരിക്കും നിനക്ക് പോകാനുണ്ടോ? തൽക്കാലം ഒന്നും തീരുമാനിച്ചിട്ടില്ല. നീ കളി കാണാൻ പോകാൻ അറിയിച്ചില്ലേ? ഞങ്ങളെല്ലാം കാണുന്നുണ്ട്. എന്ത് കാണുന്നുണ്ടെന്ന്? അല്ല, കളി വേണ്ട, ഇടി മേടിക്കും നീ. അതന്നെ ഞങ്ങൾക്കും പറയാനുള്ളത്. വെറുതെ നീ അടി പിടിച്ചു കിട്ടണ്ട. പിന്നെ ഞങ്ങൾ എന്തായാലും വരില്ല കേട്ടോ. ഹലോ, നിങ്ങളൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത്? പേരെന്ത്? അവളുടെ അപ്പന്റെയും അങ്ങനെ മറ്റേ കയ്യിൽ നിന്ന് അടി കിട്ടുമ്പോ ഷെയറിട്ട് വാങ്ങി വിളിക്കരുത് എന്ന് പറഞ്ഞതാ. ഓ പിന്നെ ശ്രീ, എന്നാ ഞാൻ പോവാ. നമുക്ക് നാളെ കാണാം. ബൈ. ഓക്കേടാ, ബൈ. നാശം പിടിക്കാൻ ഇവിടെ വന്നോ? ജിഷ്ണു, കുപ്പിയുടെ സെറ്റല്ലേ? എല്ലാം സെറ്റാണ് മോനെ. എന്നെ എടുക്കണം മാറി. എന്തായി? ഒഴിച്ചോ? ഇന്ന വന്നിരുന്ന് മോൻ. അച്ഛനമ്മ അറിയുന്നുണ്ടോ മോന്റെ ഈ കള്ളുടിയും വലിയും? അതെന്തിനാ ഇവിടെ പറയണം? നിന്റെ വീട്ടിലൊക്കെ നിന്റെ വീട്ടുകാർ അറിഞ്ഞിട്ടാണോ നീ വെള്ളോടി നടത്തുന്നത്? ആണോ? ഞാനത്ര നിന്റെ അത്ര കുടിക്കാറില്ലല്ലോ. എടാ, ഞാൻ എന്നെ നിയന്ത്രിച്ച് തന്നെ കുടിക്കാറ്. നിന്നെ കുറിച്ച് നമ്മുടെ കോളേജിലുള്ള പെൺകുട്ടികളുടെ ധാരണ നീ ഭയങ്കര ഡീസന്റ് ആണെന്നാണ്. ഈ ആരാധകര്. പിന്നെ ഒരു കാമദേവൻ വന്നേക്കുന്നു. അവർക്കറിയില്ലല്ലോ നിന്റെ തനിക്കോണം. നിങ്ങളായിട്ട് ഇനി അത് മാറ്റി പറയാൻ നിൽക്കണ്ട. ഇന്ന് വന്ന ഓരോ പെൺകൊച്ചുങ്ങളെ കാണും. എന്നാ ലുക്ക. ഡറിജിലെ ഈ ജിഷ്ണുവിനെ പിടിച്ച് പുറത്താക്കാറായിട്ടുണ്ട്. സത്യം പറഞ്ഞതൊക്കെ തെറ്റായത്. ഇവനെടുത്ത് പൊട്ടനത്തിൽ ഇടട്ടെ ഞാൻ. മിണ്ടാണ്ടിരുന്നു വേണേ കുടിച്ചിട്ട് പോടാ. ഇതെടുത്ത് ഇവിടെ തലയിൽ ഒഴിക്കട്ടെ ഞാൻ. ഇത് പൊന്നു മോനെ ചതിക്കരുത്. ആകെ ഒരു ഉപ്പി കിട്ടിയുള്ളൂ. എന്നാ വാടച്ച് ഇവനോട് പണിയെടുക്കാൻ പറ. ഇല്ലല്ലോ, ഇവനെ തെണ്ടിപ്പിള്ളേരെ വിട്ടടിപ്പിക്കുന്നേ. ഡറിജിലെ നിന്നേടാ പറയണേ. എടാ, ഈ സത്യടാ പറഞ്ഞേ. നിങ്ങൾ ആണെന്ന് തന്നെയാണോ?
ഇന്ന് വന്ന ഓരോ പെൺകുട്ടികൾ ആ രേഷ്മിനൊക്കെ കാണണം. എന്നാ ലുക്കായിരുന്നു. വികാരമില്ലാത്ത ജീവികളോട് പറഞ്ഞിട്ടുണ്ടാക്കാൻ. വികാരം കൂടി ഇന്നാൾ അവളുടെ ചെരുപ്പം വെടികിട്ടേണ്ടതായിരുന്നു. അത് പിന്നെ ഞാൻ എന്റെ മനസ്സ് തുറക്കാൻ പോയതല്ലേ. പിന്നെ ആ അന്നാമ, അവളിന്ന് ആ സാരിയിൽ ഒടുക്കത്തെ ലുക്കായിരുന്നു. ഇന്ന് എത്ര പേരാന്നറിയാം അവളെ വായ നോക്കിക്കൊണ്ടിരുന്നത്. ഞാൻ വരെ വായ നോക്കി. അത് നീ പറഞ്ഞ കറക്റ്റ്. ഞാനും കണ്ടായിരുന്നു കുറെ അമ്മമാരെ അവളെ വായ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പറയുമ്പോ എല്ലാവരുടെ മുന്നിൽ ഞാൻ കോഴി, നിങ്ങളാണ് യഥാർത്ഥ കോഴി എന്നുള്ളത് ആരെങ്കിലും അറിയുന്നുണ്ടോ? വായ നോക്കിയത്. നീ അത് അങ്ങനെ പറയരുത്. സൗന്ദര്യം അത് ആസ്വദിക്കാനുള്ളതാണ്. ഞങ്ങൾ നിന്നെ പോലെയാണോ? നീ ഫ്ലേർട്ട് ചെയ്ത് നടക്കല്ലേ? മനസ്സിലായില്ല കുട്ട, ഒന്നുകൂടെ പറ. അതായത് നിന്റെ ഫ്ലേർട്ടിങ് വീഴാത്ത ഏതെങ്കിലും പെണ്ണുങ്ങളുണ്ടോ? ഡാഡാ മതി. അത് പറയപ്പ നിനക്ക് പറ്റുമെങ്കിൽ അന്നാമ്മയുടെ അടുത്തൊന്ന് ഫ്ലേർട്ട് ചെയ്ത് കാണിക്കും. എന്ത് പറഞ്ഞാലും നീ എന്തെങ്കിലും അന്നാമ്മയുടെ കാര്യം എടുത്തിടുന്നു, അല്ലെങ്കിൽ തന്നെ ഞാൻ അവിടെ നിന്ന് ഫ്ലേർട്ട് ചെയ്യുന്നത്. അതെന്താ നിനക്ക് അവളുടെ പേര് മാത്രം കേൾക്കുമ്പോൾ ഇത്? ഇന്നവിടെ നടന്ന് ഞങ്ങൾ മറന്നിട്ടില്ല. അത് എന്ത് പറഞ്ഞിട്ടില്ലെന്ന് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. എടാ റിജിലെ, അവന് മനസ്സിലായില്ലാന്ന്. ഞങ്ങള് കണ്ടതാടാ. റിജിലെ, നീ കണ്ടില്ലേ? എന്ത് കണ്ടെന്നാ നീ പറയുന്നേ? പറ. എന്തായിരുന്നു ഇന്നവിടെ? അവളറിയാണ്ടൊന്ന് മടി വന്ന് ഇരുന്നേന് നീ അവളെ കെട്ടുന്ന വരെ ചിന്തിച്ചടാ. അത് കഴിഞ്ഞുള്ള നിന്റെ നോട്ടവും ചിരിയും എല്ലാം ഞങ്ങൾ കണ്ടതാ. അയ്യടാ, കെട്ടാൻ പറ്റിയൊരു സാധനം. ഞാൻ അപ്പോഴത്തെ ഒരു ആവേശത്തിൽ അങ്ങ് പറഞ്ഞു പോയത്. എനിക്ക് അവിടെ അങ്ങനൊന്നുമില്ല, മനസ്സിലായല്ലോ. ചിരിച്ചു പോലും. നീ എപ്പോഴാണ് കണ്ടതാണ് ചിരിക്കുന്നത്? മോനെ അജു, വേണ്ട. ഞങ്ങൾ കണ്ടതാ അവന്റെ ഒരു കള്ളച്ചിരിയും കള്ളനോട്ടവും. കള്ളൻ റിജിലെ, നീ ഇവനെ പിടിച്ചു കൊണ്ടുപോകുന്നുണ്ടോ? അല്ലെങ്കിൽ മിക്കവാറും ഇവൻ എന്റെ മേടിക്കും. പിന്നെ ആരും ഓടിച്ചുവിടണ്ടേ, ഞാൻ പോവാണേ. റിജിലെ, നാളെ കാണാം. ബൈ. അജു, ഇനി നിനക്കെന്താ വേണ്ടേ? സത്യമായിട്ടും നിനക്കുള്ളൊരു ഫീലിങ്സ് തോന്നിയിട്ടില്ല? നീ ഒന്നും മിണ്ടാത്തെ. നിനക്ക് വേറെ ഒന്നും പറയാൻ ചോദിച്ചില്ല. ഞാൻ ചോദിച്ചു ഉള്ളൂ. സമയം ഒരുപാടേ. നമുക്ക് പോവാം. ഇന്ന് പറ്റക്കടവ് എന്തൊക്കെയാ പറഞ്ഞേ? അങ്ങേർക്ക് എന്നെ കെട്ടണം പോലും. ഇങ്ങോട്ട് പോ കേട്ടെ, വൃത്തിയേട്ടെ. ആ കടവരടുത്ത് അടി കൂടുമ്പം ഒരു പ്രത്യേക സുഖം തോന്നുന്നുണ്ട്. അയ്യേ, ഞാനെന്താ കാണിച്ചേ? മോശം. എന്ത് മോശം? അറിഞ്ഞോണ്ടല്ലോ, അറിയാന്തല്ലേ. ഒരു സോറ് പറഞ്ഞിട്ട് ഇറങ്ങിയോടായിരുന്നു. ഈ കടുവക്കാരൻ മനുഷ്യൻ്റെ ഉറക്കവും പോയി. ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. ഞാൻ കോളേജ് ചെയർമാൻ അർജുൻ കൃഷ്ണൻ. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. സോ ഞാൻ പോകുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ബാൻഡിൻ്റെ ഒരു പ്രോഗ്രാം വരുന്നുണ്ട് ഈ വരുന്ന ദിവസം. സോ അതിനെല്ലാവരും ഇൻവൈറ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ വന്നത്. അതും പോരാഞ്ഞിട്ട് നമ്മുടെ ബാൻഡിലേക്ക് പുതിയ ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. സോ അതിന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ നമ്മളെ സമീപിക്കണം. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും വിശദാംശങ്ങളെല്ലാം നമ്മുടെ സ്വന്തം റിജിൽ പറയുന്നതായിരിക്കും. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് റിജിൽ. കടുവ ഇങ്ങോട്ട് നോക്കുന്നില്ലല്ലോ. അജയൻ പറഞ്ഞ പോലെ ഈ ഫ്രൈഡേ ആണ് ഞങ്ങളുടെ പ്രോഗ്രാം വെച്ചിരിക്കുന്നത്. കടുവ ചൊറിയാത്തോണ്ട് ഒരു രസമില്ല. വഴിയുണ്ട്, ഇപ്പൊ ശരിയാക്കി തരാം. ഉച്ച കഴിഞ്ഞിട്ടാണ് പ്രോഗ്രാം വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് സാറ്റർഡേ ആണ് സെലക്ഷൻ വെച്ചിരിക്കുന്നത്. അപ്പം താല്പര്യമുള്ളവർ ഫ്രൈഡേ ഞങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പേര് തരാം. എന്നിട്ട് സാറ്റർഡേ സെലക്ഷന് പങ്കെടുക്കാം. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. ഇവിടെ എന്തേ കാണിക്കുന്നത്? മയക്ക് തന്നപ്പോ നിങ്ങൾ പ്രസംഗിക്കുന്നു. മതി. ഈ നാർക്കിതെന്താ? അപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പൊ ശരി, താങ്ക് യു. ഭാഗ്യം, രക്ഷപ്പെട്ടു. എന്താണ് നിനക്ക് പെട്ടെന്നൊരു വെപ്രാളം? വെപ്രാണോ? ആൾക്ക്? എനിക്ക് വെപ്രാളൊന്നുമില്ല, നിനക്ക് തോന്നിയതാ. ശരി, വാ. നോക്കടി ആ ചേട്ടനേക്കാൾ എന്ത് ഭംഗിയാണ്. ഇങ്ങനെ കൊണ്ട് ശരിയാ, എന്ത് ലുക്ക്. ആ മുടിയും ആ സ്റ്റൈലും എല്ലാം അടിപൊളി. കോളേജിൽ ഒട്ടുമിക്ക പെൺകുട്ടികളും അങ്ങേരെ പുറകെയാ. ഇവരിത് ആരെക്കുറിച്ചാ പറയുന്നത്? ഓ, കടുവയോ? അവര് പറഞ്ഞതിലും കാര്യമുണ്ട്. അങ്ങനെ കാണാൻ
നല്ല ഭംഗിയുണ്ട്, പ്രത്യേകിച്ച് ആ മുടി. എന്താ എന്നമ്മേ മനസ്സിനൊരു ചാഞ്ചാട്ടം? വീണോ നീ? പിന്നെ എൻ്റെ പട്ടി വീഴും, അതും അങ്ങേരുടെ മുമ്പിൽ. ഞാനൊന്ന് വായ നോക്കിയതാ. അല്ല പിന്നെ നീയായിട്ട് എന്നെ കൊണ്ട് വീഴ്ത്താതിരുന്നാൽ മതി, കോപ്പിലെ മനസ്സ്. ഡാ, നീ വരുന്നുണ്ടോ? എടാ, ഒരു 5 മിനിറ്റ്, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നേ ഉള്ളൂ. നീ എവിടെ? പള്ളിയുടെ ഫ്രണ്ടിലൊന്നും നിന്നാ മതിയോ? കുറെ നേരം എനിക്ക് പോസ്റ്റ് ആവാൻ പറ്റില്ല. എടാ, നീ വേണേ കുർബാന കൂടിക്കൂടാ. ഞങ്ങൾക്ക് പിന്നെ അങ്ങനെ ഹിന്ദു മുസ്ലിം വ്യത്യാസമൊന്നുമില്ല. അയ്യോ വേണ്ട, എനിക്ക് വയ്യ മുട്ടുകുത്തി നിങ്ങളുടെ പ്രാർത്ഥനയും പാടി നിൽക്കാൻ. അല്ല മോനെ വിജയിലേ, നിനക്ക് ഈ പള്ളിപ്പോക്കൊന്നുമില്ലല്ലോ, എന്തോ പറ്റി ഇന്ന്? സത്യം പറയടാ, ആരെ വിളക്കാനാ? ഒന്ന് പോടാപ്പാ, ഞാൻ എന്തായാലും നിന്റെ ടൈപ്പല്ല. ഇത് എൻ്റെ അപ്പൻ്റെ ഓർഡറാ. ഇന്ന് പുതിയ അച്ഛൻ ചാർജ് എടുക്കുന്നു, അതുകൊണ്ട് ഇവിടെ കയ്യിലെ എല്ലാ അംഗങ്ങളും ഇന്ന് പള്ളിയിൽ ഉണ്ടായിരിക്കണമെന്ന്. ഓയ്, ഞാൻ എന്റെ ടൈപ്പാണ് നീ പറഞ്ഞു തരുന്നത്? ഓ, ഒന്നും അറിയാത്തവരെ. ഞാൻ എന്റെ പള്ളിയുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്, വേഗം വാ. ആടെ വരുവാ, 5 മിനിറ്റ്. ഓ, പിന്നെ 5 മിനിറ്റ് എന്ന് പറയുന്നത് 10 മിനിറ്റ് എന്ന് പറയുന്നത് കണക്കാ. ഓ, ഞാനിനി എന്തോ ചെയ്യും? കടുവല്ലേ ഇത്? ഇന്ന് കാണാൻ ചുള്ളനായിട്ടുണ്ടല്ലോ. ഹലോ, ഇവള് ഈ ഇടവകയിലായിരുന്നു. അർജുൻ കൃഷ്ണ എന്താ ഈ വഴിയൊക്കെ? നിന്റെ അമ്മൂമ്മ പെറ്റി കിടക്കാൻ അറിഞ്ഞു, അതുകൊണ്ട് വന്നതാ. എന്തി? അയ്യോ, എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. അയ്യ, എന്തൊരു ചീഞ്ഞ കോമഡി. തനിക്കൊക്കെ ഇത് തന്നെ ധാരാളം. അല്ല, സത്യത്തിൽ എന്താ ഇങ്ങോട്ട് കുമ്പസരിക്കാൻ വന്നാണോ? ഈ പോക്ക് പോയാ നിന്നെ തട്ടിയിട്ട് ഞാൻ ഇവിടെ കുമ്പസരിക്കാൻ വേണ്ടി വരും. ഓഹോ, അങ്ങനെ ഇപ്പൊ ഞാൻ പോകുന്നുണ്ടെങ്കിൽ തന്നെ കൊണ്ടേ പോന്നു. മനസ്സിലായില്ല? തൽക്കാലം മനസ്സിലാക്കണ്ട. ഡാ, പോവാ. താൻ ഈ പള്ളിയിലായിരുന്നു? അതെ, ചേട്ടൻ ഈ ഇടവകയാണോ? ആ അതെ. എന്നാ ശരി, എനിക്ക് പോയിട്ട് കുറച്ച് ധൃതിയുണ്ട്. കയ്യിലിരിപ്പ് ശരിയല്ലെങ്കിലും കാണാനൊരു ചന്തമൊക്കെ ഉണ്ട്. ഡാ, ഇവനിതെന്തോ വായി നോക്കിക്കൊണ്ടിരിക്ക. ഡാ, എന്താ? നീ ഇത് ഏത് ലോകത്താ? പോകാം. പോവാ. പിന്നെ കടവേ, എന്താടി കുണ്ടുമുളകെ? കടവയ്ക്ക് ഈ ഹെയർ സ്റ്റൈലാ നല്ലത്. അപ്പൊ ശരി, ബൈ. എന്താ മോനെ ഇവിടെ ഒരു ചുറ്റിക്കളി? എന്ത് ചുറ്റിക്കളി? ഇവിടെ എന്തോ മണക്കുന്നില്ലേ? എന്ത് മണക്കുന്ന കാര്യം പറഞ്ഞു? ഞാൻ അതിന് പെർഫ്യൂം അടിച്ചിട്ടില്ലല്ലോ. അല്ല, അവിടെ നിന്നെ വല്ലാണ്ട് കെയർ ചെയ്യുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. നീ കൂടുതൽ എഴുതാപ്പുറം വായിക്കാതെ വണ്ടി കയറും മോനെ. ഏതാടാ പെണ്ണ്? അത് ന്യൂ അഡ്മിഷനാ. പെങ്കൊച്ച് കൊള്ളാലോ, ഒന്ന് പരിചയപ്പെട്ടേക്കാം. കൈവിടറോ, തന്നോടാ പറഞ്ഞ കൈവിടാൻ. ചൂടാവാതെ സ്വീറ്റ് ഔട്ട്, ഞാൻ തന്നെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതല്ലേ. പട്ടി ഒച്ചയുണ്ടാക്കാതെ ഞാൻ തന്നെ ഒന്ന് ശരിക്കും പരിചയപ്പെട്ടിട്ട് വിടാന്നേ. ആൽവി, അർജുൻ കൃഷ്ണ. ഇതാ കോളേജിലെ രക്ഷകനോ? പണ്ടത്തെ തന്നെ നിന്റെ മുഖം കാണിക്കാൻ വിചാരിച്ചതാ, പക്ഷെ നടന്നില്ല. എന്തായാലും നീ ഇങ്ങോട്ട് വന്നല്ലോ, ആദ്യം ഞാൻ ഇതിന്റെ കാര്യത്തിലൊന്ന് തീരുമാനാക്കട്ടെ. നമ്മൾ തമ്മിലുള്ളത് നമ്മൾ അങ്ങ് തീർത്താ പോരാ അല്ലെ? നീ ഇവിടെ അങ്ങ് വിട്ടേക്ക്. അല്ല, അത് ഇവന്റെ പെങ്ങളാണോ അതോ കാമുകിയോ? ഇനി മറ്റെന്തെങ്കിലും? കുറച്ചു നാള് നീ ആശുപത്രി കിടന്നത് എന്തിന്റെ പേരിലാണെന്ന് നീ മറന്നുപോയോ? നിന്നെ ഞാനത് ഓർമ്മിപ്പിച്ച് തരേണ്ടി വരുമോ? ഇനി ഈ കുട്ടിയെ മര്യാദയ്ക്ക് വിടുന്നതാണ് നിന്റെ തടിക്ക് നല്ലത്. ഇല്ലെങ്കിൽ അല്ല, നിനക്ക് ഇത്രയ്ക്കും ദേഷ്യം വരാൻ ഇവിടെ നിന്റെ ആരാ? ഇവൾ എന്റെ ആരായാലും അത് നിന്നെ ബാധിക്കുന്ന കാര്യമാണോ? അല്ലല്ലോ. അല്ലെങ്കിൽ തന്നെ അമ്മേനെയും പെങ്ങളെയും തിരിച്ചറിയാതെ എല്ലാവരും കാണുമ്പോൾ കുഴപ്പം വരുന്ന നിന്നോടത് പറയേണ്ട ആവശ്യം എനിക്ക് എന്താടാ? നീ മര്യാദയ്ക്ക് ഇവളെ വിട്. ഇനി എന്തായാലും ഇവിടെ വിടാൻ പോകുന്നില്ല.
നിന്നോട് ഞാൻ മര്യാദയ്ക്കാ അതിനെ പറഞ്ഞത്. അവളെ വിട്ടേക്കാൻ. ഡാ, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞതാ, ഇപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നേ. മര്യാദക്കാണെങ്കിൽ നീ കോളേജിൽ കാണും, അല്ലെങ്കിൽ നീയെ കാണില്ല. ഇനി വല്ല പെൺപിള്ളേരടുത്ത് ഈ ജാതി സ്വഭാവമായി നീ ഇറങ്ങിയ പുന്നാരം മോനെ നീ പിന്നെ വെളിച്ചം കാണില്ല. ഇതിനുള്ളത് നീ ചെവി നോക്കിക്കോ. നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ട്. നീ എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കടാ. അതെ, എന്താ? അത് പിന്നെ താങ്ക് യു. നിന്റെ അപ്പൻ വീട്ടിലുണ്ടല്ലോ, അങ്ങേർക്ക് കൊടുത്തു നീ താങ്ക് യു. അതെ, എൻ്റെ അപ്പനും പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താടി നിന്ന് കിണിക്കുന്നത്? എന്റെ അടുത്തിട്ടടിക്കാൻ നിനക്ക് നാവിന് നല്ല നീട്ടമാണല്ലോ. അവന്റെ അടുത്ത് എന്താ നിന്റെ നാക്ക് ഇറങ്ങിപ്പോയോ? അത് നിങ്ങൾ വന്നില്ലായിരുന്നു കാണായിരുന്നു. അതെ അതെ, കാണായിരുന്നു. ഇങ്ങനോടൊക്കെ മിണ്ടാൻ പോയേ എന്നെ വേണം പറയാൻ. പാട്ടക്കടുവ. എന്താ പറഞ്ഞ? വരട്ടക്കടുവ. ഡേ കുഞ്ഞച്ചി, നീ തപ്പ വന്നു? ഞാൻ വന്നിട്ട് കുറച്ച് നേരമായി. എന്താ മോളെ ചിന്താവിഷ്ടയായ സീതയെ പോലെ ഇരിക്കുന്നത്? ഒന്ന് പോടാ. ഞാൻ പോവന്നെയാ. പിന്നെ ചേച്ചി വിളിച്ചായിരുന്നു. ആണോ? എന്നിട്ട്? അവര് മറ്റന്നാൾ എത്തുന്ന പറഞ്ഞ. നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അതെങ്ങനെ കിട്ടാനാ? ഇവിടെ ചിന്താവിഷ്ടയായിട്ട് ഇരിക്കില്ലേ. എന്താടി, എനിക്ക് വല്ല അളിയനും സെറ്റായോ? പോടാ. ഞാൻ പോവാ. ശ്രീ, നിന്റെ ഏട്ടന് പ്രോഗ്രാം തുടങ്ങാൻ സമയം. വേഗം പോ. വരിക. എന്താ മോളെ? എന്നാമേ വീണോ? നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാമേ. ഇവിടെ എങ്ങോട്ടാ? അജുവേട്ടാ, എന്താ വിളിച്ചേ? തനിക്കെന്താ ചെവി കേട്ടൂടെ? ആ, ഇപ്പൊ ഓക്കെ. ഞാൻ എന്തോ തെറ്റിക്കേട്ടു. ആ, വന്ന കാര്യം പറയും. ഇങ്ങനെ സമ്മതിക്കില്ല. അത് നിങ്ങളുടെ പാട്ട് നന്നായിരുന്നു, അത് പറയാൻ വേണ്ടി വന്നതാ. റിയലി? താങ്ക് യു. ഇനി വേറെന്തെങ്കിലും പറയാനുണ്ടോ? തൽക്കാലത്തേക്കില്ല. ഓക്കെ. ഓ ചാടത്തേണ്ടി. നീ ഇതെവിടെ പോയതാ? അത് ഞാൻ നിന്റെ ഏട്ടൻ്റെ അടുത്ത്. എന്നിട്ട് നീ ഇഷ്ടാന്ന് പറഞ്ഞോ? ഒന്ന് പൊടി. ഞാൻ പാട്ട് നന്നായിരുന്നു എന്ന് പറയാൻ വേണ്ടി പോയതാ. അയ്യേ, ഞാൻ വിചാരിച്ച നിന്റെ ഫീലിങ്സ് തുറന്നു പറയാൻ വേണ്ടി പോയതാണ്. എടി, നിനക്ക് എൻ്റെ ഏട്ടനെ ഇഷ്ടാന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിനക്കെന്താ എൻ്റെ ഏട്ടൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞാല്? ദേ പെണ്ണെ, ആരെങ്കിലും തട്ടിക്കൊണ്ടു പോകുന്നതിന് മുന്നം വേഗം പോയി പറഞ്ഞോട്ടോ. നിന്നെപ്പോലൊരു നാത്തൂനെ കിട്ടാൻ ഞാൻ പുണ്യം ചെയ്യണടി, പുണ്യം. അയ്യ, ഉള്ളൊരു സോപ്പ്. വേഗം പോയി പറയാൻ നോക്ക്. എന്നാലേ നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് വേഗം വരാം. ഇങ്ങനൊരു പൊട്ടത്തി. അജു, ആ, എന്താടോ? അത് എനിക്ക് തന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞില്ലായിരുന്നോ? ഓ, ഓക്കെ. എന്താ താൻ പറയും. എന്റെ 2 കാതും എന്റെ 2 കണ്ണും ഞാൻ തനിക്കായി തന്നിരിക്കുന്നു. കേൾക്കട്ടെ. പിന്നെ ഇത്ര മുഖവരുടെ ആവശ്യം എന്താ? കാര്യം ഒന്ന് വേഗം പറയൂ പെണ്ണെ, എനിക്ക് പോയിട്ട് വേറെ കാര്യമുണ്ട്. അത് പിന്നെ എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടം. ഐ ലവ് യു. ഐ ലവ് യു ടു. സത്യമായിട്ടും? സത്യമായിട്ടും എനിക്കും തന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഐ റിയലി ലവ് യു. അപ്പോൾ അജുവേട്ടന് വൃത്തിയിലായിരുന്നു ഇഷ്ടം. ഞാൻ വെറും മണ്ടി. ഇത് എനിക്കൊട്ടും പ്രതീക്ഷിച്ചില്ല.
പക്ഷെ എന്താ, അതൊരു ഫ്രണ്ട് എന്ന നിലയ്ക്ക് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് എനിക്ക് തന്നെ അങ്ങനെ കാണാൻ പറ്റില്ല. തനിക്കറിയാലോ, എനിക്ക് പ്രണയം തേങ്ങയും വാങ്ങുന്ന സെറ്റ് ആവത്തില്ല. പിന്നെ പോരാത്തിന് നമ്മൾ ഫ്രണ്ട്സ് ആയിരിക്കുക നല്ലത്. അതിനപ്പുറത്തേക്ക് ഇതൊക്കെ വളർന്നു കഴിഞ്ഞാൽ വലിയ പാടാണെന്നേ. ട്രൈ ചെയ്ത് നോക്കാലോ. എന്താ ഈ ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ അതങ്ങനെ ഉണ്ടാവില്ല. യുനോ, എനിക്കതിന് പറ്റില്ല. മനസ്സിൽ വേറെ ആള് ഉള്ളോണ്ടാണെന്ന് പറഞ്ഞ അതും സത്യമാണ്. ചില ടൈമിൽ ഐ മീൻ ലവ്. ഓക്കേ. അല്ല, ആരാ ഭാഗ്യവതി? അങ്ങനെയൊക്കെ ചോദിച്ചാ അത് എന്റെ മനസ്സിൽ ഇഷ്ടമാണ്. ഐ മീൻ ഈ വൺ വേ ലവ്. തിരിച്ചിങ്ങോട്ടൊന്നും എനിക്കറിയില്ല, കാരണം ഞാനത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഏയ്, താൻ തന്റെ മനസ്സ് ആ കുട്ടിയുടെ അടുത്ത് തുറക്കണോ? ചിലപ്പോൾ സെറ്റായാലോ? അതിപ്പോ ഞാൻ അവളും 2 ധ്രുവങ്ങളിലാണ് നിൽക്കുന്നത്. പരസ്പരം എപ്പോ കണ്ടാലും ഒരു ചേർച്ചയില്ലാത്ത പോലെ. ഞാൻ പറഞ്ഞാലും ചിലപ്പോ അവളത് എങ്ങനെ എടുക്കുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ റിജക്റ്റ് ചെയ്യുമായിരിക്കും. ഞാൻ ഒരുപാട് പേര് റിജക്റ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട്. അപ്പൊ തിരിച്ചങ്ങനെ റിജക്ഷൻ ഫീൽ ചെയ്താ മേ ബി എനിക്ക് ആത്മാഭിമാനക്ഷതം സംഭവിക്കും. അതുകൊണ്ടാണ് വൺ തിങ്, എനിക്ക് തന്റെ ഫ്രണ്ട്ഷിപ്പ് ഉപേക്ഷിക്കാനൊന്നും പറ്റില്ല കേട്ടോ. ബിക്കോസ് എനിക്ക് തന്റെ ഫ്രണ്ട്ഷിപ്പ് വേണം. താങ്ക് യു സോ മച്ച്. എന്നാലും ലാസ്റ്റ് പറഞ്ഞില്ല എന്നൊരു കുറ്റബോധം തോന്നണ്ട. ഇപ്പം എനിക്ക് ആ കുറ്റബോധമില്ല. അതുപോലെ Linda, you are so cute and I really like you. താങ്ക് യു. ആ കുട്ടി തേവാങ്ക്, അവക്ക് എന്നോട് ഇഷ്ടം തോന്നിയാൽ എന്താ? അവക്ക് ഇതുപോലെ വന്ന് എന്നെ അങ്ങ് പ്രപ്പോസ് ചെയ്തോടെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് നടത്താൻ ഒഴിവാക്കായിരുന്നു. ഇനിയിപ്പോ അവളുടെ മനസ്സിൽ വേറെ ആരെങ്കിലും കാണുമോ? ഇപ്പൊ 3-4 ദിവസമായി കക്ഷി വന്നിട്ട്. എന്തായിരിക്കും കാരണം? ഇവക്കൊന്ന് പറഞ്ഞിട്ട് ലീവ് എടുത്തൂടെ? മനുഷ്യനെ വെറുതെ. ഒരു കാര്യം ചെയ്യാം, എന്റെ പെങ്ങളെ ഒന്ന് സോപ്പിട്ട് നോക്കാം. അവളുടെ നമ്പർ എങ്ങാനും വേണ്ട, അത് ചീപ്പാ. പോയി ചോദിക്കാം. അനു, എന്താ? നീ നേരത്തെ വിടണം. എന്താ നിനക്ക് വയ്യേ? ഏയ്, പ്രത്യേകിച്ചൊന്നുമില്ല. എന്താ, ഏട്ടൻ കിടക്കുന്നില്ലേ? അതോ ഇനി ആരെങ്കിലും വിളിക്കാനുണ്ടോ? അതെന്താ നീ അങ്ങനെ ഒരു ടോക്ക്? നീ എന്താ കുത്തി സംസാരിക്കുന്നേ? കുറച്ചു ദിവസം ആയല്ലോ നിനക്ക് ഈ അസുഖം. ചിലരുടെയൊക്കെ വിചാരം നമുക്കൊന്നും അറിയില്ലെന്നാ. നീ എന്താ പറഞ്ഞു വരുന്നേ? എന്താ, ഏട്ടന് മനസ്സിലായില്ലേ? മനസ്സിലാവാത്തോണ്ടല്ലടി ചോദിക്കുന്നേ. ഏട്ടന് ആ വൃന്ദരല്ലേ ഇഷ്ടം? അവൾ പ്രപ്പോസ് ചെയ്തപ്പം ഏട്ടൻ അക്സെപ്റ്റും ചെയ്തല്ലോ. എന്താ, ഇതൊന്നും ഞാൻ അറിയില്ലാന്ന് വിചാരിച്ചോ? വൃന്ദ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എന്റെ ഫ്രണ്ട്. അവള് പ്രപ്പോസ് ചെയ്യുന്നത് ശരിയാണ്. ഞാൻ ആക്സെപ്റ്റ് ചെയ്ത് നിന്നോട് ആരാ പറഞ്ഞത്? ചെയ്തില്ലേ? ഏട്ടൻ തിരിച്ച് ഇഷ്ടം പറഞ്ഞില്ലേ? ഇഷ്ടമാണല്ലോ, അതിനിപ്പോ എന്താ? അത് തന്നെയാ പറഞ്ഞത്. പാവ എൻ്റെ ഞാൻ. അവൾ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടെന്നറിയോ ഏട്ടനെ? അവൾക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു ഏട്ടനെ. അവൾ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ കറക്റ്റ് ടൈമിൽ അവളും പ്രപ്പോസ് ചെയ്തു. ആ വൃന്ദ. നീ ആരുടെ കാര്യം പറയുന്നത്? നീ അന്നയുടെ കാര്യമാണോ പറയുന്നത്? വേറെ ആര്? എൻ്റെ ഫ്രണ്ട് ആൻ. പാവം, അവൾക്ക് എത്ര സങ്കടമായിന്നറിയോ? അതുകൊണ്ടാ കോളേജിൽ വരാത്തത് പോലും. ഓ, അപ്പൊ അതാണ് കോളേജിൽ വരാത്തത്. അത് തന്നെ കാര്യം. ഇനി എന്തായാലും ഏട്ടനെ ശല്യപ്പെടുത്താനുള്ള പറ്റില്ല. ഏട്ടൻ എന്തിനാ ഇപ്പം എൻ്റെ റൂമിൽ വന്നത്? എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഓ, ഞാൻ വെറുതെ വന്നതാ. നീ കിടന്നോ, എനിക്ക് കുറച്ച് പണിയുണ്ട്. ശരി, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അപ്പൊ അതാണ് എൻ്റെ കൊച്ചി വരാത്തത്. എന്നാ പിന്നെ എൻ്റെ ഫ്രണ്ടിനെ അവിടെ പോയി കണ്ടാലും.
അതിൽ ചാടേണ്ടി വരും. കുറച്ച് റിസ്ക, എന്നാലും കണ്ടേച്ച് വരാം. ആർക്ക് വേണ്ടിയിട്ട് ഈ വെള്ളപ്പൻ ഇത്ര വലിയ മതിൽ കെട്ടി വെച്ചിരിക്കുന്നത്? ഇവിടെ ചാടി പോവാതിരിക്കാനാണോ? അതിലെത്ര വലുതാണെങ്കിലും ഞാൻ ചാടിച്ച് തരുന്നുണ്ട്. ഇവളെ കണ്ടപ്പോ തൊട്ട് എന്റെ നടുവിനാണല്ലോ എൻ്റെ ഈശ്വര ആ പണി മുഴുവൻ. ഇവളെ കണ്ടപ്പോ തൊട്ട് തുടങ്ങിയതാ എൻ്റെ ഈ കണ്ടകശനി. ഇതിപ്പോ ഒരുപാടുണ്ടല്ലോ മുറി. ഇതിലേതായിരിക്കും ഇവളുടെ മുറി? ഇവക്ക് വരെ സിനിമ നമ്മൾ കിടന്നുറങ്ങിക്കൂടെ? നാശം പിടിക്കാൻ പാമ്പും മോണിയും കളിക്കുന്ന പോലെ കരുവങ്ങാനും റോങ്ങായി വീണ പാമ്പിന്റെ വായിൽ കുടുങ്ങും. ഇവളുടെ അപ്പം മിക്കവാറും എന്നെ പഞ്ഞിക്കിടും. ഇവ കാണണമായി വല്ലതും കാണുമായിരിക്കും. അവളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോ മുറി ഏതാണെന്ന് ചോദിച്ചു വെച്ചാൽ മതിയായിരുന്നു. കാലത്തിന് മുമ്പേ സഞ്ചരിക്കേണ്ടതായിരുന്നു. അതിന് ഞാൻ അറിഞ്ഞില്ല ഈ കുരിശ് ഞാൻ തന്നെ ചുമക്കേണ്ടി വരുന്നു. ഇവളുടെ പേര് ജൂലിയ റോസ് എന്നല്ലേ? അപ്പൊ റോസുമായി വല്ല ബന്ധം കാണും? ആ റോസ് നട്ടിരിക്കുന്ന മുറിയായിരിക്കും ഇവളുടെ. എന്നാ പിന്നെ രണ്ടും കൽപ്പിച്ച് അങ്ങ് കയറാം അല്ലേ? ഇതെന്തിപ്പോ ഒരു സൗണ്ട്? ഇനി എനിക്ക് തോന്നിയതാണോ? അല്ല, വല്ല കള്ളമരാണോ? ഇതിപ്പോ എന്താ ഇങ്ങനെ? ഒന്ന് പോയി നോക്കിയാലോ? ഒച്ച വിടാതെ പെണ്ണെ. താരോ? താരെന്താ ഇവിടെ? മിണ്ടാതിരിക്കടി. താരെന്താ ഇവിടെ? ആരെങ്കിലും കാണുന്നതിന് മുന്നേ പോ. കണ്ടോട്ടെ കണ്ടോട്ടെ. കർത്താവേ, വട്ടായോ നിനക്ക്? ആയില്ല. എന്താ എന്റെ കൊച്ചു കോളേജിൽ വരാത്തെ? അതുകൊണ്ടല്ലേ എനിക്ക് വിട്ടായത്. ഇയാൾക്കിപ്പോ എന്താ? ഇയാൾ പോയി വീട്ടിൽ വേണ്ടത്തിനും കാണിച്ചുണ്ടല്ലോ. കാണിച്ച എന്നെ ഇച്ചാനും അപ്പനെങ്ങനെ അറിഞ്ഞോണ്ടല്ലോ. അറിയട്ടെ. അപ്പൊ പിന്നെ കാര്യങ്ങൾ എളുപ്പമായില്ലേ? എന്തെളുപ്പായിന്ന്? ഇയാൾക്ക് എന്താ? ഇയാൾ എന്താ കള്ളു കുടിച്ചിട്ടുണ്ടോ? എടി മോളെ അന്നെ വല്ലാതെ കയറി അഭിനയിക്കില്ലേ? എനിക്കറിയാം നിനക്കെന്നെ ഇഷ്ടമാണെന്ന്. എന്താ അല്ലേ? അല്ല, ആര് പറഞ്ഞു നിങ്ങളോട് ഈ കള്ളം? ശരിക്കും കള്ളാണോ? എന്നെ എന്റെ കണ്ണിൽ നോക്കി പറ. നീ എന്നെ ഇഷ്ടപ്പെട്ടില്ലെന്നോ? എന്നെ സ്നേഹിക്കുന്നില്ലെന്നോ? ഇയാളൊന്ന് പോവേ. ഞാൻ ഇവിടെ താമസിക്കാൻ വേണ്ടി വന്നൊന്നുമില്ല. ഞാൻ പോയിക്കോളാം. നീ ആദ്യം എനിക്കിതിന് ആൻസർ താ. ഇതിന് ഞാൻ ആൻസർ പറഞ്ഞിട്ട് എന്തിനാ? തനിക്ക് എന്നെ ഓൾറെഡി ആളായില്ലേ. അവളുമായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കും. നീ പറയുന്നത് വൃന്ദയുടെ കാര്യമല്ലേ? വൃന്ദയ്ക്ക് മുൻപേ മനസ്സിലൊരു കുരിശില്ല, ഒരു അന്ന അങ്ങ് കയറിക്കൂടി. എത്ര ഒഴിപ്പിക്കാൻ നോക്കിയിട്ടും ആ ബാധ അങ്ങ് പോകുന്നില്ല. എനിക്ക് വളച്ചു കെട്ടി വലിയ ശീലമൊന്നുമില്ല. എല്ലാം ഓപ്പണായി പറഞ്ഞിട്ടേ എനിക്ക് പരിചയമുള്ളൂ. ഞാൻ ക്രിസ്ത്യാനിയല്ല, അറിയാലോ. നിനക്ക് ഓക്കെ ആണെങ്കിൽ എൻ്റെ ആയിക്കോട്ടെ. ഞാൻ നല്ലൊരു ജോലിയൊക്കെ മേടിച്ച് നിന്റെ അടുത്ത് വന്ന നിനക്ക് ഞാൻ ഓക്കെ ആവോ? എന്തിനടി പൂത്തി നോക്കുന്നേ? ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് പറ. ഇഷ്ടമാണ് പരട്ടക്കടുവ്. ശരിക്കും ഇഷ്ടമാണോ? അയ്യടാ, പോയെ എങ്ങോട്ട് പോവാൻ? എന്റെ മോനെ വീട്ടിൽ പോയി. അങ്ങനെ അങ്ങ് എന്ന് പോയാ എനിക്ക് എന്നേടി ഉറക്കം വരും. അയ്യടാ, എന്റെ അപ്പനെങ്ങനെ അറിഞ്ഞോണ്ടല്ലോ. അപ്പം എന്നിട്ട് ആരെന്നെ കിസ് ചെയ്യൂടി പൂത്തെ? ഐ ലവ് യു സോ മച്ച്. ഒന്നുകൂടെ പറയാമോ? അയ്യടാ, അങ്ങനെ ഇപ്പൊ കേക്കണ്ട. നിന്നെ എന്റെ കയ്യിലേക്ക് ഇട്ടുപടി. അപ്പൊ കാണിച്ചേട്ടാ. എന്നെ എന്റെ മോള് ചാച്ചിക്കോ. നോക്കിയിരിക്കത്തേയുള്ളൂ. ഇന്ന് നീ എന്താ ബീഫാണോ കഴിച്ചത്? എന്നാ അതിന് കഴിക്കണ്ട. എനിക്ക് ബീഫ് കഴിക്കുന്നവരെ ഇഷ്ടമേ അല്ല. പിന്നെ ഞാൻ ബീഫ് വയ്ക്കും. നീ കഴിക്കട്ട. എനിക്ക് കിസ് ചെയ്യാനുള്ളതാ. അയ്യേ, ഈ മനുഷ്യൻ. അതെ,
അപ്പനിച്ചേനും വരുന്നതിന് മുന്നേ വേഗം പോകാൻ നോക്കിക്ക്. എന്തായാലും ഫസ്റ്റ് നൈറ്റ് കൂടെ കഴിച്ചിട്ട് പോയാ പോരെ. അയ്യടാ വഷളെ, പോടാവുന്നു. എന്നാ പോട്ടെ. ആരെങ്കിലും പുറത്തുണ്ടോ നോക്കട്ടെ. ആരുമില്ല, പൊക്കോ പൊക്കോ. എന്റെ ഉത്തമയായ മകള്. ഇക്കണക്കിന് പോയ നീ എന്നെ കൊണ്ട് എന്നും മാതിരി ചാടിക്കും. എന്നാ മുട്ടുകാലൊടിയും, ശ്രദ്ധിച്ചു പോണേ. പിന്നെ എന്റെ കൈ അങ്ങ് മാങ്ങ പറിക്കാൻ പോകും. ഒന്ന് കൂടി, ആരെയാ നീ പേടിപ്പിക്കുന്നത്? ഞാൻ പോയിക്കോളാം. മോള് പോയി ചാച്ച്. അത് ഇയാള് പോ, എന്നിട്ട് ഞാൻ പോയിക്കോളാം. ഇത് എൻഡിങ് അല്ല കേട്ടോ, എന്തിൻ്റെയോ തുടക്കമാണ്. അപ്പം അടുത്ത പാട്ട് എടുക്കണം. ബൈ.